ഉഗ്രം വീരം സർവതോമുഖം നരസിംഹം വിഷ്ണും ഭദ്രം മൃത്യോമൃത്യും നമാമിഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ. ജയ ജയ നരസിംഹ. ജയ പ്രഹ്ലാദേശ. ജയ പത്മമുഖ മുഖ പത്മഭൃംഗ. भक्ति विद्यानाथ नरसिंह भगवान की जय। भक्तप्लान महाराज की जय। गुरुदेव महाराज की जय। श्री प्रभात की जय। कर प्रमानंदे। हरि हरि बोल. ഹരേ കൃഷ്ണ. സർവകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ജ്ഞാനബിയ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഉത്തമഭക്തി രോഹിണി ദേവിദാസ് മാതാജി. ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ ഭാരതി മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സംഘത്തിലേക്ക് സുസ്വാഗതം. അങ്ങനെ നമ്മൾ കാർത്തിക മാസം ആചരണം ഏകദേശം ഒരു പൂർത്തിയാകാറായിട്ടിരിക്കുകയാണ്. ഇനി ഒരു ആഴ്ചയും കൂടി ഉള്ള അടുത്ത വെള്ളിയാഴ്ച കൂടി സമാപനം. അടുത്ത വെള്ളിയാഴ്ച ഭീഷ്മപഞ്ചകം തീരുന്ന ദിവസമാണ്. തന്നെ നമുക്ക് പിള്ളേര് വരണേ ഉള്ളൂ ഇതിനകത്ത്. അതുപോലെ തന്നെ ഭീഷ്മപഞ്ചകം തീരുക. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ മറന്നുപോയി. കാര്യം പൊന്നമ്മ മാതാജി എന്തൊക്കെയോ അവിടെ നിന്ന് ഉറക്കെ പറയാണ്, അതൊക്കെയാ കേൾക്കുന്നത്. എന്റെ കോൺസെൻട്രേഷൻ പോയി. ഓക്കെ, അപ്പം അങ്ങനെ ഭീഷ്മപഞ്ചകവും പിന്നെ വേറെന്താണ് അടുത്ത വേറൊരു കാര്യം കൂടെയുണ്ട്. തുളസി സാളിഗ്രാമം വിവാഹം മഹോത്സവം ഭയങ്കര വലിയ ഗംഭീരമായ ആഘോഷമാണ്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ചയാണ് അതൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വളരെ ഗംഭീരമായിട്ട് നമുക്ക് തുളസി കല്യാണം ഭഗവാൻ അനുഗ്രഹിച്ച് നടത്തണം. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കൊരു തുളസി കല്യാണമൊക്കെ അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ കാണാം. നമുക്ക് നോക്കാം എങ്ങനെ നടത്താൻ. തുളസി മഹാത്മ്യമൊക്കെ പറയാൻ നോക്കാം. ഭീഷ്മപഞ്ചകം അറിയില്ല സമയം കിട്ടുമെന്ന കാര്യം. സമയം എല്ലാവർക്കും സമയത്തിന് വളരെ വിലയുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്കറിയത്തില്ല എങ്ങനെ 2 മണിക്കൂർ ആകുമെന്നൊന്നും. ഞാനിങ്ങനെ ഇരിക്കുന്നത് അറിയാം, സമയം പോകുന്നത് ഞാൻ അറിയുന്നേ ഇല്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഓരോ ജോലികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ എത്രയോ പേര് ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് കേൾക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നവരുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരമൊക്കെ പലരുടെയും കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് വിരുന്നുകാർ വരുന്നുണ്ട്. അങ്ങനെ ഒക്കെ ചിലർ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അത് അവരുടെ എല്ലാം ആ ഒരു വികാരം അത് ഇതെല്ലാം നമ്മൾ മാനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അധികം നീണ്ടുപോകാനും പറ്റത്തില്ല. ഞാൻ എപ്പോഴും നീണ്ടുപോകുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യണം. പ്രഭുജി നീണ്ടുപോയെന്ന് പറഞ്ഞിട്ട് നിർത്താറായി എന്നൊരു അലാറം കാണിക്കുവാണെങ്കിൽ നന്നായിരുന്നു. കാര്യം ഞാൻ അതിന്റെ ലഹരിയിൽ അങ്ങ് ഇരുന്ന് പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പൊ നമുക്ക് പതിവുപോലെ ദാമോദര ആരതി ചെയ്യാം. ഭഗവാനെ കാണാനല്ലേ? കാണത്തില്ലേ? കാണാം പ്രഭു. നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോണേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു ഒരു പലരുടെ ആൾക്കാരെ സൗണ്ട് കേൾക്കുന്ന പറഞ്ഞാൽ ആർക്കും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നു. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം. നിങ്ങൾ അവിടെ കൂടെ പാടിയാൽ മതി. പലരും ഇങ്ങനെ ജപിക്കുമ്പോഴത്തേനും പല താളത്തിലും പിന്നെ പല ഇതിലും പോയി അങ്ങനെ ഒക്കെ വന്നു. ആരൊക്കെയോ ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു. അതുകൊണ്ട് ഒരാൾ മാത്രം, ബാക്കിയുള്ളവരൊക്കെ ആ ബാക്ക്ഗ്രൗണ്ടിൽ അവരവരുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്യാം. എനിക്ക് ഈണവും താളമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ പല ഇതിൽ കേൾക്കുന്നു. ഞാൻ എൻ്റെ റെക്കോർഡ് നോക്കിയപ്പോൾ കണ്ടു പല രീതിയിൽ കേൾക്കുന്നു. ഒരാൾ 2-3 സ്റ്റാൻസ പുറകിലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നിങ്ങളുടേതായ ഇതിൽ ഒച്ചത്തിൽ പാടിക്കോളൂ. ശ്രീ ശ്രീ രാധാ ദാമോദരാഷ്ടകം.
കാണുന്നില്ല പ്രഭു. കാണുന്നില്ല? കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? കണ്ടു, ഇപ്പൊ കണ്ടു. ആ, എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലൂകലാധവമാനം പരാമൃഷ്ടമത്യന്തദോദൃതഗോപ്യാം രുതന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംബോജയുഗ്മേന സാദങ്കനേത്രം മുഹുശ്വാസകം പാത്രീരേഖാംഗകണ്ഠ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിബദ്ധം ീലാഭിരാനന്ദകുണ്ടേ സ്വഘോഷം നിമജ്ഞന്തമാഖ്യാപയന്തം त्वदीयेष्टितज्ञेषु भक्तैर्जितत्वं पुनः प्रेमतस्तं शतावृत्ति वन्दे वरं देवमोक्षं न मोक्षावधिं वा न चान्यं वृणेहं वारिषादपीह इदं ते वपुर्नाद गोपालबालं सदा मे मनस्याविरास्ताङ्गि अन्ये इदं ते मुखाम्बोजामत्यन्तनीलैर्व्रतं कुण्डले स्निग्धरिक्तैश्च गोप्या मुहुश्चुम्बितं बिम्बरिक्तादरं मे मनस्याविरास्ताम् अलं लक्षलाभे नमो देवदामोदरानन्दविष्णो प्रसीद प्रभो दुःखजलाब्धिमग्नम् कृपादृष्टिवृष्ट्यादिदीनं बदानो गृहाणि समामज्ञमेध्यक्षिदृश्या कुबेरात्मजौ बद्धामूर्त्यैव यद्वत् त्वयामोजितौ भक्तिभाजौ कृतौ च तदा प्रेम भक्तिं सोगामि प्रयच्छ न मोक्षे गृहो मेऽस्ति दामोदरेह नमस्ते स्तुदाम्ने स्फुरदीप्तिदाम्ने त्वदीयोदरायाद विश्वस्य दाम्ने नमो राधिकायै त्वदीयप्रियायै नमो नन्दलीलाय देवाय तुभ्यं नमो राधिकायै त्वदीयप्रियायै नमो नन्दलीलाय देवाय तुभ्यं हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जय राधा दामोदर राधा दामोदर राधा दामोदर राधे नमामीश्वरं सच्चिदानन्दरूपं लसत्कुण्डलं गोकुले व्रजमानम् श्री श्री राधा दामोदर भगवान की जय। यशोदानंदन दामोदर भगवान की जय। मक्खन चोर भगवान की जय। दामोदर लीला महामहोत्सव की जय। अनंत कोटि वैष्णवंद की जय। अनंत कोटि आचार्यवंद की जय। गौर प्रेमानंदे हरि हरि बोल। हरे कृष्ण। ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്തിരുന്നത്? എല്ലാവർക്കും ഒക്കെ ഓർമ്മയുണ്ടായിരുന്നോ? ഗോപികാഗീതം. ഗോപികാഗീതമാണ് ഗോപികാഗീതം. അല്ലേ? അതുപോലെ തന്നെ ഗോപികാഗീതത്തിന് മുൻപേ ഒരു കാര്യം എടുത്തിരുന്നു. എന്തായിരുന്നു? വൃന്ദാവന ഭൂമിയിലെ അല്ല, ഗോവർദ്ധന പൂജ.
ആ ഗോവർദ്ധന ലീല, ഭഗവാന്റെ ഗോവർദ്ധന ലീലയായിരുന്നു നമ്മൾ എടുത്തിരുന്നത് അല്ലേ? അതെ. അപ്പൊ ഭഗവാന്റെ ഗോവർദ്ധന ലീല നമ്മൾ പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനം നമ്മള് എന്താ പറയുക, ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവർദ്ധന പൂജയുടെ ഒക്കെ, കണ്ടായിരുന്നോ? കണ്ടു കണ്ടു കണ്ടു. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ഞങ്ങൾ ഇവിടെ കൂടിയ ഗോവർദ്ധന പൂജയൊക്കെ ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ഇവിടെ ഞങ്ങൾ ഗോവർദ്ധന നാളെ പൂജ. നാളെ മാലിനി മാതാജിയുടെ വീട്ടില് ജയസാജി പ്രഭു ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക രാവിലെ. ആ ഞാൻ അറിഞ്ഞിരുന്നു. അവിടെ മധുപ്രഭു എന്നോട് പറഞ്ഞിരുന്നു, പ്രഭു അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. മിക്കവാറും പോകാനായിട്ടാണ് ചാൻസ് എന്ന് പറഞ്ഞു. ആ ആ അപ്പൊ പോകുന്നുണ്ട്. 9 മണിയാകുമ്പോ തുടങ്ങും, ചെല്ലണമെന്ന് പറഞ്ഞു. അതെല്ലേ? 10 മണിയാകുമ്പോ. അതെ. ജയസാക്ഷി പ്രഭു വരുന്നുണ്ട്, പ്രഭാഷണം ഉണ്ടെന്ന് പറഞ്ഞു. അതെയോ? ആഹാ. ഉം. അപ്പൊ എന്തായാലും നന്നായി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഗോവർദ്ധന ലീല. ഗോവർദ്ധന ലീലയിൽ നമ്മൾ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട തത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എല്ലാവരും മറന്നുപോയല്ലേ? ഞാൻ അന്ന് തന്നെ അവസാനം എല്ലാവരോടും റിയലൈസേഷൻ ചോദിച്ചപ്പോൾ പറയിപ്പിച്ചായിരുന്നു. എന്നിട്ടും ആൾക്കാരെല്ലാവരും മറന്നുപോയി. ഞാൻ ഒരുപാട് ക്ലാസ് കേൾക്കുന്നുണ്ട്. ബുക്ക് എടുക്കാതെ നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? ഓർമ്മയുണ്ട്. പിന്നെ ഇത് പിന്നെ ഇത് ഇന്ദ്രന്റെ പിന്നെ അഹങ്കാരം കാരണം, പിന്നെ അദ്ദേഹം പിന്നെ പോലെ നന്ദഗോപർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഇന്ദ്രൻ കാരണമാണ് ഇത്രയും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന, മഴ പെയ്തിട്ട്. അപ്പൊ അതായത് അതും കൂടെ ഒന്ന് നാട്ടിൽ അതും കൂടെ നിലനിന്നിരുന്ന ഒന്ന്. അനാചാരത്തെയൊക്കെ ഭഗവാൻ തൂത്തെറിഞ്ഞു. അതെ ഒരുപാട് അതെ 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 അനാചാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. അങ്ങനത്തെയുള്ള മാമൂലികളെ അനാചാരങ്ങളെയൊക്കെ ഭഗവാൻ അതോടുകൂടി അവസാനിപ്പിച്ചു. അതെ അതെ അതെ. ഇതേപോലെയുള്ള ഒരുപാട് ആചാരങ്ങൾ, ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനത്തെ ഭഗവാൻ അതിന് തുടക്കം കുറിച്ചു. അതൊന്ന്. പിന്നെ കൃഷ്ണ ഭഗവാനെ ആശ്രയിക്കുന്നവരെ ഭഗവാനെ കൈവിടത്തില്ല. അത് മെയിൻ. നമ്മുടെ പർവ്വത തുല്യങ്ങളായ എന്താണ് പാവങ്ങളെയും ഒക്കെ ഭഗവാൻ എന്താണ് ആ വളരെ നിഷ്പ്രയാസം എടുത്ത് ഉയർത്തി മാറ്റിത്തരും അല്ലേ? നമ്മളിൽ അതെ നിന്ന് അതെ എടുത്തു കളയും. പിന്നെ അതെ എന്താണ്, പേമാരി പോലെ പെയ്യുന്ന ദുരിതക്കയത്തിൽ ഭഗവാൻ എന്താണ് ഒരു കുടയായിട്ട് നിൽക്കും, നമ്മളെ കവർ ചെയ്തിട്ട് അതെ. അല്ലേ? കവർ ചെയ്ത്. പിന്നെ നമ്മൾ വേറെ ഒരു പ്രധാനപ്പെട്ട തത്വം മനസ്സിലാക്കുന്നത് എന്താണ്, ഒരാശ്രയവും ഇല്ലാതെ വന്നിരിക്കുന്ന, അതായത് അത്രയും വലിയ മഹാപ്രളയത്തിന്റെ പേമാരി ഉണ്ടാക്കുന്ന ഏത് മേഘങ്ങളെയാണ് ഭഗവാൻ വിളിച്ചു വരുത്തിയത്? അല്ല, ഇന്ദ്രൻ വിളിച്ചു വരുത്തിയ മേഘങ്ങളെയാണ് സമ്പർത്തക സമ്പർത്തക മേഘങ്ങൾ. മേഘങ്ങൾ. ആ സമ്പർത്തക മേഘങ്ങൾ മഹാപ്രളയത്തിനും മാത്രം വരുന്ന മേഘങ്ങളാണ്. അവരെയാണ് വിളിച്ചു വരുത്തിയത്. അപ്പൊ അതെ സമ്പർത്തക മേഘങ്ങൾ വന്ന് മഴ പെയ്ച്ചു കഴിഞ്ഞെങ്കിൽ എന്താണ്, അതെന്ന് പറഞ്ഞാൽ മഹാദുരിതമാണ് അല്ലേ? ആ ഒരു അതെ. മഹാദുരിതത്തിൽ നിന്ന് ഭഗവാൻ രക്ഷപ്പെടുത്തി. രക്ഷപ്പെടുത്തിയല്ലേ? അപ്പൊ ആ ഭഗവാൻ രക്ഷപ്പെടുത്തിയപ്പോൾ നമ്മൾ എന്താണ് ധരിക്കേണ്ടത്? ഭഗവാനിലേക്ക് ശരണാഗതി പ്രാപിക്കുന്ന ആൾക്കാരെ ഭഗവാൻ എന്താണ് ഷെൽട്ടർ കൊടുക്കുന്നത്, അഭയം രക്ഷ കൊടുക്കുന്നത് അല്ലേ? രക്ഷപ്പെടുത്തും സർവധർമാൻ രക്ഷപ്പെടുത്തും. പരിത്യജിച്ച്, അതല്ലേ ഗീതയിൽ പറയുന്ന ഭഗവാൻ അവസാനം, അതെ. സർവധർമാൻ പരിത്യജിച്ച് മാമേകം ശരണം വ്രജ. ആ അവിടുത്തെ ഗോപന്മാരും ഗോപികമാരും വൃന്ദാവനവാസികൾ ആരെയാണ് ശരണം ഇന്ദ്രനെയാണോ ശരണം പ്രാപിച്ചത്, ഭഗവാനെയാണോ ശരണം പ്രാപിച്ചത്? ഭഗവാനെ. ഭഗവാനെ ശരണം പ്രാപിച്ചു. അതുകൊണ്ടാണ് ഭഗവാൻ മാമേകം ശരണം വ്രജ, സർവധർമാൻ ഭഗവാൻ പരിത്യജിച്ച് മാത്രം. എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. അവരുടെ വീട്ടിൽ വെള്ളം കയറുവോ, ആ, അവരുടെ വീട് ഒലിച്ചു പോകുമോ എന്നെന്തെങ്കിലും അവരാരെങ്കിലും വിചാരിച്ചോ? ഇല്ല, ഒരാളും വിചാരിച്ചില്ല. ഞാനൊരു പിതാവാണ്, അല്ലെങ്കിൽ ഞാനൊരു മാതാവാണ്, ഞാനൊരു പുത്രിയാണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ ധർമ്മങ്ങളെ അവർ പരിത്യജിച്ചിട്ട് എന്താണ്, എന്നിൽ മാത്രം ശരണം പ്രാപിച്ചു, ഭഗവാനിൽ മാത്രം അല്ലെ? മാമേക ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഞാൻ നിങ്ങളുടെ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും എന്താണ് മോചിപ്പിച്ചിട്ട് എന്താണ് ഞാൻ നിങ്ങൾക്ക് അഭയം തരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിലെ. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഗോവർദ്ധന ലീല അല്ലെ? ഭഗവാനിൽ മാത്രം ശരണാഗതി, ഭഗവാനെ മാത്രം വിശ്വസിച്ചിട്ടാണ് അവരെന്താണ് ഇന്ദ്രനെ എതിരായിട്ട് നിന്നത് അല്ലെ? ഇന്ദ്രപൂജ നിർത്തിയത്, എന്നിട്ട് ഗോവർദ്ധന പൂജ ചെയ്തു. ഭഗവാൻ ഗോവർദ്ധനായിട്ട് തന്നെ അവതരിച്ചിട്ട് ഇവര് കൊടുത്ത സംഭാരങ്ങളെല്ലാം ഗോവർദ്ധനം ഭക്ഷിച്ചു. എന്നിട്ട് ആ ഗോവർദ്ധനം തിരിച്ച് പ്രസാദമായിട്ട് അത് തന്നെ കൊടുത്തു. ഗോവർദ്ധനത്തിന് രൂപം എടുത്തു ഭഗവാൻ. അപ്പൊ ഭഗവാനും ഗോവർദ്ധനുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഗോവർദ്ധന പർവ്വതത്തെ നമ്മൾ ചവിട്ടത്തില്ല.
ചിലര് ഗോവർദ്ധന ഉം. പർവ്വതത്തിന് മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്, അങ്ങോട്ടേക്ക് വൈഷ്ണവരെ പോകാനായിട്ട് അലൗഡ് അല്ല. വൈഷ്ണവരെ അങ്ങോട്ട്, കാര്യം നമ്മൾ വൈഷ്ണവര് ഭഗവാനും ഗോവർദ്ധനുമായിട്ട് ഒരു വ്യത്യാസം കാണുന്നില്ല. ഭഗവാൻ തന്നെയാണ് ഗോവർദ്ധനം, ഗോവർദ്ധനം തന്നെയാണ് ഭഗവാൻ. ആ ഗോവർദ്ധനത്തിലെ ഏതെങ്കിലും ഒരു ശില നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുവാണെങ്കിൽ അതിൽ സ്വയം ഭഗവാൻ കുടിയിരിക്കുന്നു. ഗോവർദ്ധനത്തിലെ ഒരു ശിലയില്ല, അല്ലേ? അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് പ്രതിഷ്ഠ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാളിഗ്രാമം പോലെ തന്നെ സാളിഗ്രാമത്തിൽ ഭഗവാൻ സദാ കുടിയിരിക്കുന്നു, വിഷ്ണു എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഗോവർദ്ധനത്തിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡയറ്റി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമോ അതിൻ്റെ അകത്തേക്ക് പ്രാണപ്രതിഷ്ഠ നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരിതാണ് ഗോവർദ്ധനം. അതുകൊണ്ട് നമ്മൾ ഗോവർദ്ധനത്തിനെ നമ്മൾ പരിക്രമമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സാക്ഷാൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഭഗവാൻ നിൽക്കുന്നത് ഗോവർദ്ധനായിട്ടാണ് അവിടെ. നമുക്ക് അല്ലെങ്കിൽ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ടാണ് എന്താണ് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്നത് ഭഗവാന്റെ ആ സദാ സ്മരണ ആയിട്ടിരിക്കണം എന്നുള്ള ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഇത് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഉണ്ട് വിഷ്ണു ഉണ്ട് മാം. സഹസ്രനാമത്തില് വിഷ്ണു വിഷ്ണു സ- സഹസ്രനാമത്തില് വിഷ്ണു സഹസ്രനാമത്തിലല്ലേ? യസ്യ 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 സ്മരണ ആരെയാണ്? മാത്രം യസ്യ സ്മരണ സംസാര മാത്രേണ, ബന്ധനം എന്റെ ഒരു സ്മരണം മാത്രമേ കൊണ്ട് തന്നെ ജന്മ നമസ്തസ്മൈ സംസാര ബന്ധന, ഈ നമസ്തസ്മൈ. ജന്മവും സംസാര ദുഃഖവും ഈ ബന്ധനം, അതായത് കർമ്മബന്ധങ്ങളും ഒക്കെ ബന്ധന വിമുച്ചത, ഇതെല്ലാം അങ്ങ് തീർന്ന് കിട്ടിക്കളയും അല്ലെ? ഈ ജന്മസംസാര ബന്ധനത്തിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ് ഈ കെട്ടുകളായിട്ടല്ലേ. ആ കെട്ടുകളെല്ലാം പൊട്ടിച്ച് ജന്മസംസാര ബന്ധനം വിമുച്ചതേ, എല്ലാം വിമോചിപ്പിച്ച് കളഞ്ഞു, മോചിപ്പിച്ച് വിമുച്ചതേ നമസ്തസ്മേ. നമ്മൾ അത് കാരണം കുമ്പിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണവേ പ്രഭു വിഷ്ണുവേ, അങ്ങനെയുള്ള മഹാപ്രഭുവായിട്ടുള്ള ആ വിഷ്ണുവിനെ നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിനെ ഒന്ന് സ്മരിക്കുക, ആത്മാർത്ഥമായിട്ടൊന്ന് വിളിക്കുക. യസ്യ സ്മരണ മാത്രമാണ് നമ്മളുടെ ഈ ജന്മസംസാര ദുഃഖങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. അതിനൊരു സംശയവുമില്ല. അതൊക്കെ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലീലാസ്മരണം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പൊ നമ്മളിനി അതിലേക്ക് കൂടി പോകുന്നില്ല, അല്ലെങ്കിൽ സബ്ജക്റ്റ് ടോപ്പിക്ക് വിട്ടു പോകും. അങ്ങനെ പിന്നെ നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ടോപ്പിക്കിലേക്ക് കയറുവാണ്. ഞാന് പിന്നെ പ്രഭു പറഞ്ഞുകൊണ്ട് ഞാൻ എന്നും കിടക്കാൻ നേരത്ത് ഭഗവാന്റെ കൂടെ നടന്നു പോകുന്നതായിട്ടൊക്കെ സങ്കല്പിക്കും. ഭഗവാൻ കൂടെ പോണു, പുറകെ ഞാൻ ഓടിപ്പോണു അതെ അല്ലേ? എന്നൊക്കെ ഞാൻ പല വിധത്തിൽ എനിക്ക് തോന്നുന്ന പോലൊക്കെ ഞാൻ സങ്കല്പിക്കും. സങ്കല്പിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു കൈ കാര്യത്തിൽ കൈ പിടിച്ചോണ്ട് പോകുന്നതായിട്ടും ഒക്കെ. അപ്പൊ ഭഗവാൻ കൈ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. നമ്മുടെ നമ്മള് നമ്മളൊരു ഗ്രൂപ്പിലുള്ളൊരു തോന്നുന്നത്. മാതാജി ഇല്ലേ, ഞാൻ ആ ഇതേ ഒരു സംഭവം ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഒരു 2-3 ദിവസം മുന്നേ ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മാതാജി, അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞൊരു സംഭവം എന്നോട് ഷെയർ ചെയ്തിരുന്നു. ഞാൻ ആരുടെയാണ് പേരൊന്നും പറയുന്നില്ല. ആ മാതാജി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ, മാതാജിക്ക് എന്തോ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. ഇപ്പം മാതാജി വിഷ്ണുവിന് നേർന്നു, എന്തോ ലഡു ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നേർന്നു. അങ്ങനെ ഈ ദീപാവലിയുടെ അന്ന് ഈ ഏതോ ഒരു ബേക്കറിയിൽ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചെന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ ലഡു ഉണ്ടാക്കി കൊണ്ടുപോയി ഭഗവാൻ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് അമ്പലമാണ്, അവിടുത്തെ പൂജാരി സ്വീകരിച്ചില്ല. ഇവിടുത്തെ തിടപ്പള്ളിയിൽ വെക്കുന്നത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മാതാജി അവിടെ നിന്ന് വിങ്ങി പൊട്ടി കരഞ്ഞു, ഇതെന്താണ് ഈ പോറ്റി ഇങ്ങനെ പറയുന്നതെന്നൊക്കെ. കാര്യം ആ, ഞാൻ മുഴുവൻ സംഭവം പറഞ്ഞിട്ട് ഞാൻ അത് തിരിച്ചു പറയാം എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം മനസ്സോടെ അദ്ദേഹം എടുത്ത് വെച്ചിട്ടൊരു പൂ ഇട്ടിട്ട് കൊടുത്തു. ഭഗവാന്റെ അവിടെ നിന്ന് പൂ ഇട്ടിട്ട് അത് കൊടുത്തു. അകത്ത് നിവേദിക്കാൻ പാടില്ലല്ലോ. അത് അങ്ങനെ പിന്നെ വേറെ 1-2 സംഭവങ്ങളോട് അതിന് പുറകെ ഉണ്ടായിരുന്നു. മാതാജിക്ക് ഭയങ്കര സങ്കടം, അതൊക്കെ വളരെ വിഷമത്തോടുകൂടി എനിക്ക് മെസ്സേജ് അയച്ചു. അത് എന്തുകൊണ്ടാണ് നമ്മൾ കൊടുത്ത നിവേദ്യം സ്വീകരിക്കാതെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ക്ഷേത്രവും ഡയറ്റി വർഷിപ്പുമായിട്ട് സംബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നു അല്ലേ? നമ്മൾ വീട്ടിലുണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പുറമെ ബേക്കറിയിൽ അവിടെ മുട്ടയും ഇറച്ചിയും ഒക്കെ തൊട്ടടുത്ത് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഈ പബ്സിന്റെ അകത്തൊക്കെ ഇത് വെക്കുന്നുണ്ടല്ലോ, മുട്ടയും ഇറച്ചിയും ഒക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന പാത്രങ്ങളും ഇതൊക്കെ വെക്കുന്ന ഓവനും ഒക്കെ ഒരേ ഓവൻ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കിച്ചുകൊണ്ട് ഭഗവാൻ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ദേവപ്രശ്നമൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില ക്ഷേത്രങ്ങൾ കാണാം പുറത്തു നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു. തിരുപ്പതിയിൽ ഇപ്പൊ പ്രശ്നമായെന്ന് പറഞ്ഞില്ലേ പ്രഭു? തിരുപ്പതിയില് എണ്ണ മോശം ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഡയറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. നമ്മളുടെ വീട്ടിൽ നമ്മൾ ഭഗവാനെ ഇത് ചെയ്യുവാണെങ്കിൽ, നമ്മളെ വീട്ടില് ചെയ്യുവാണെങ്കിൽ കൂടി നമ്മൾ എന്താണ്, കിച്ചണിൽ ഈ ഉള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ ഉപയോഗിക്കത്തില്ല, മത്സ്യമാംസാദികൾ ഉപയോഗിക്കത്തില്ല, എല്ലാം വേറെ വേറെ പാത്രങ്ങള്, അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. ഭഗവാന് വെക്കുന്നത് ഒരു തരത്തിലുള്ള പാത്രം, നമ്മൾ ഓഫർ ചെയ്യുന്ന വേറെ പാത്രം,
വീട്ടിൽ പോലും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ക്ഷേത്രങ്ങളില് എന്താണ് താന്ത്രിക ആചാരപ്രദം പ്രതിഷ്ഠിച്ച നമ്മൾ ഭഗവാനുമായിട്ടുള്ള പ്രേമവും സ്നേഹവും ഒക്കെ നമ്മൾ ഇങ്ങനെ പറയുമെങ്കിലും അത് മാതാജി പറഞ്ഞ പോലെ, ജ്ഞാനമയ മാതാജി പറഞ്ഞ നമ്മുടെ ലീലാസ്മരണം നമുക്ക് നമ്മളുടെ സ്മരണത്തിൽ കൂടി ഭഗവാൻ ഓഫർ ചെയ്യാം. അല്ലാതെ നമ്മൾ ആ ഒരു ക്ഷേത്രാചാരങ്ങളെ അതിനെല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മൾ ആ പോറ്റി എന്നോട് അങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. കാര്യം നമ്മളുടെ മനസ്സ് നമ്മളുടെ ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ പിന്നെ അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അല്ലെങ്കിൽ അവിടുന്ന് ഒരു തുളസിയില തരൂ തിരുമേനി, ഞാനിത് അല്ല ഇപ്പൊ ഇട്ടിട്ട് ഗുരുവായൂർ പോലും തുളസി നിഷേധിച്ചെന്ന് പറയുന്നു പ്രഭു. അതെ അതെ, ഗുരുവായൂർ ഇപ്പൊ തുളസി എടുക്കണില്ലെന്ന്. അത് ഈ എന്താന്നറിയില്ല. കെമിക്കല് ചേർത്തിട്ടുള്ള തുളസി വരുന്നോണ്ടാണ്, ഉം. കെമിക്കൽ അടിച്ചിട്ട്. ഉം, ഉം, ഓക്കെ, അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, അപ്പൊ അങ്ങനെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സബ്ജക്റ്റ് അങ്ങ് നീണ്ടുപോകുന്ന പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറഞ്ഞേക്കാം. അപ്പം ഞാൻ ആ മാതാജിയോട് പറഞ്ഞു, നമുക്ക് ശരിക്കും അതായത് ഒരു ഒരു വളരെ ഉയർന്ന ഒരു ഭക്തന്റെ ഒരു കഥ ഞാൻ പറഞ്ഞേക്കാം. ആ ഭക്തന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാജിക്ക് മറുപടി ആയിട്ട് പറഞ്ഞാണ്, മാതാജി ഈ ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ശബരി മാതാവിന്റെ ഭാവം അല്ലെങ്കിൽ യശോദ മാതാവിന്റെ ഭാവം അല്ലെങ്കിൽ കുറൂരമ്മയുടെ ഭാവം, ഈ ഭാവത്തിൽ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മാതാജിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. മാതാജി ആ ലെവലിലായോ ഇല്ലയോ എന്ന് മാതാജി തന്നെ ചിന്തിക്കുക. അതായത് ശബരി മാതാവ് എന്താണ് കടിച്ചിട്ട് ഭഗവാൻ കൊടുത്തല്ലേ, ഉം. കോണ് അതെ. ഖാത്തേഹേ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് കേട്ടിട്ടില്ല, ആ ഒരു പാട്ടിൻ്റെ അകത്തല്ലേ. ശബരി ഏതാ മാതാവ് മധുരം ഭക്ഷിച്ചിട്ട് കൊടുത്തു. മധുരം അല്ല മധുരം കൂടുതൽ ഏതാന്ന് അറിയാനാ പ്രഭു അത് എന്നാ അറിയാനായിട്ടാ പറയുന്നത്. ചെയ്തത്. അപ്പൊ അവരുടെ മനസ്സിന്റെ ശുദ്ധത ആർക്ക് മനസ്സിലായി? ഭഗവാൻ മനസ്സിലായി, ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ അതെ മനസ്സിലായി. കാര്യം ഇത് അതെ അതെ. എച്ചിലാണോ ഇല്ലയോ എന്ന് അല്ല ഭഗവാൻ നോക്കുന്നത്, അല്ലേ, ഭഗവാൻ ആ ഭക്തിയും ഭാവമാണ് നോക്കുന്നത്. ഇതിന്റെ എല്ലാ ഉടമസ്ഥൻ ഭഗവാനാണ്, അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഭാവവും ഭക്തിയും നമ്മൾ ഈ പറഞ്ഞ കുറൂരമ്മയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശബരി മാതാവിന്റെയോ യശോദ മാതാവിന്റെയോ ഒക്കെ ആണെങ്കിൽ ഭഗവാൻ എന്താ പറഞ്ഞത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അല്ലെങ്കിൽ ഞാൻ അപ്പത്തിന് ഒരു കഥ പറഞ്ഞു. ഒരു വളരെ വലിയ ഭക്തനുണ്ടായിരുന്നു, പക്ഷെ തീരെ ദരിദ്രനായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഭഗവാന്റെ ഭക്തരൊക്കെ ഒരുപാട് ദരിദ്രരാണെന്നല്ലേ. പക്ഷെ ഇദ്ദേഹത്തിന് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് വിഭവങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം വേറെ ഒരു മാർഗവും ഇല്ല, എവിടുന്നേലും തെണ്ടി എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും കിട്ടുന്ന ഭക്ഷണം, മിക്കവാറും ഒക്കെ പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ട് വയറിങ്ങനെ കെട്ടി തോർത്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹം ജീവിതം കഴിച്ചു പോകുന്നത്. എന്തെങ്കിലും ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 3-4 ദിവസം അന്നം ഇല്ലാതെ ഇരിക്കും. അങ്ങനത്തെ ഒരു വിഷമ അവസ്ഥയിൽ കൂടെയാണ് ഇദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ദിവസം അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെ ചെയ്യുന്ന ഭഗവാനെ നിവേദ്യം ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെ ചെയ്യാൻ തുടങ്ങി, ഇനി നാളെ തൊട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഭഗവാനെല്ലാം നിവേദനം ഞാൻ എൻ്റെ സ്മരണയിൽ കൂടെ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് ഇത് എല്ലാ സ്മരണയിൽ കൂടെ കൊടുക്കാൻ തുടങ്ങി. അതായത് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഭോഗങ്ങൾ ചപ്പൻ ഭോഗമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ഓഫർ ചെയ്തു, ഭഗവാൻ വന്ന് കഴിച്ചു, ഇദ്ദേഹം എടുത്ത് കൊടുക്കുന്നു, പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു. പിന്നെ അടുത്ത ദിവസവും ഇദ്ദേഹം എന്താണ് ഭോഗങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. ഒറ്റ സാധനം വീട്ടിലില്ല, പക്ഷെ എന്താണ് ഇഷ്ടംപോലെ പച്ചക്കറികൾ അവിടെ ഇരിക്കുന്നു. ഇദ്ദേഹം അരിയുന്നു, തൊലിയെല്ലാം ചെത്തുന്നു, എന്നിട്ട് മുറിച്ച് 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 എല്ലാം ഇട്ട് വേവിക്കുന്നു, മസാലകളൊക്കെ ചേർക്കുന്നു. പാകമായി കഴിഞ്ഞിട്ട് പാത്രത്തിൽ കോരി വിളമ്പി ഭഗവാൻ കൊടുക്കുന്നു, സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ വളരെ ഗംഭീരമായ സദ്യ ഇദ്ദേഹം എല്ലാ ദിവസവും കൊടുക്കുന്നത്. ഭഗവാൻ വളരെ ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ട്. അപ്പം ഭഗവാൻ ഇദ്ദേഹത്തിന്റെ ഭക്തിയിൽ അങ്ങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇദ്ദേഹം പായസമാണ് അന്ന് ഉണ്ടാക്കിയത്. പായസം ഉണ്ടാക്കിയിട്ട് ഭഗവാൻ അങ്ങ് കൊടുത്തു, നിവേദിച്ചു. ഭഗവാൻ കൊടുത്തു, മണിയൊക്കെ അടിച്ചു നിവേദിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ഭഗവാൻ എടുത്ത് പായസം കഴിക്കുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു സംശയം തോന്നി അവിടെ നിന്ന്, ഞാൻ ഈ കൊടുത്ത പായസം ചൂടല്ലേ, ഞാനത് ആറിക്കാതെ കൊടുത്തല്ലോ, ഭഗവാന് നാവ് പൊള്ളില്ലേ എന്ന് നോക്കി ഇദ്ദേഹത്തിന് ഒരു തോന്നൽ തോന്നി. ഇദ്ദേഹം ആ പായസത്തില് മനസ്സിലായിരിക്കുന്ന പായസം അല്ലാതെ പുറമേ അല്ല, ആ പായസത്തിൽ ഇദ്ദേഹം കൈവിരലിട്ട് നോക്കി. കൈവിരലിട്ട് നോക്കിയപ്പോൾ ആ കയ്യിൽ ഒരു പൊള്ളൽ അനുഭവപ്പെട്ടു. ശരിക്കും നമ്മളുടെ പുറമേ ഇരിക്കുന്ന ഈ കയ്യില് മനസ്സിലായി ഉള്ളിൽ മനസ്സിലായി. കൈ ഇട്ടപ്പോ ഹൃദയത്തിൽ കൈവിരലിട്ടപ്പോ ഈ പുറമേ ഇരിക്കുന്ന കയ്യിൽ ഒരു പൊള്ളൽ അനുഭവപ്പെട്ടു. പൊള്ളൽ അനുഭവപ്പെട്ടപ്പോ ഉം. എന്ത് ചെയ്തു, പൊള്ളൽ അനുഭവപ്പെടുകയും അതേസമയം അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ ആത്മാവ്. മനസ്സിലായില്ലേ? മോക്ഷ ശരിക്കും നമ്മളുടെ ഹൃദയത്തിൽ ആ പൊള്ളൽ അനുഭവപ്പെട്ടപ്പോ ശരീരത്തിലും ഈ പൊള്ളൽ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് എന്താണ് വൈകുണ്ഠ പ്രാപ്തി ഉണ്ടായി. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാവത്തിലേക്ക് എത്തുവാണെങ്കിൽ നമ്മൾ ഈ കൊണ്ട് ക്ഷേത്രത്തിൽ പോയി പൂജാരിയായിട്ട് വഴക്ക് പിടിക്കേണ്ട ആവശ്യമോ അതൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണം ക്ഷേത്രത്തിൽ പൂജ ചെയ്യണം എന്നുള്ള എന്ത് ന്യായമാണ്? എന്തിൽ ന്യായമാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ അതൊരു
കാര്യം നമുക്ക് വേറെ ഒരുപാട് ന്യായങ്ങളൊക്കെ ഒരുപാട് പേര് ഇപ്പോഴത്തെ പരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയും. ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ അത് വേറെ ഒരു തത്വം, അതിൽ പ്രതിഷ്ഠയൊക്കെ വേറെ രീതിയാണ്. അവിടെ തിടപ്പള്ളിയുണ്ട്. ചിലപ്പോൾ ചിലർ പറയും പൂജാരി എന്ത് ഭാവത്തോടെ ഭക്തിയോടെ ചെയ്യുന്നതെന്ന്. അത് അദ്ദേഹം ഭഗവാന്റെ സേവകനല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഉള്ള ഒരു തൊഴിലാണിത്. അദ്ദേഹം അത് നേരെ ചൊവ്വേ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനാണ് അതിൻ്റെ ഇത്. നമുക്ക് അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ലല്ലേ. അല്ലെങ്കിൽ തിരുമേനി ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ ചെയ്യിച്ച് ഉണ്ടാക്കിച്ച് കൊടുക്കുക. നമ്മൾ അറിയത്തില്ലല്ലോ. നമ്മൾ ആദരവോടാണോ അദ്ദേഹം പൂജ ചെയ്യുന്നതെന്നും നമ്മൾ അദ്ദേഹത്തിന്റെ മനസ്സറിയുന്നില്ല. നമ്മൾ നമ്മൾ അറിയുന്നില്ല. അദ്ദേഹം ചെയ്യും. നമ്മൾ അറിയത്തില്ലാതെ നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കാനും പോകണ്ട. നമുക്ക് വേണമെങ്കിൽ അത് മേടിച്ചു കൊണ്ടേ കൊടുക്കാം. ഇത് വെച്ചിട്ട് ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ലഡു ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം, സാധനങ്ങൾ മേടിച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ വിഷമിച്ചിട്ട് വലിയ ഭയങ്കര കരഞ്ഞു നിലവിളിച്ചിട്ടൊക്കെയാണ് എനിക്ക് മെസ്സേജ് ഇട്ടത്. ഇന്ന പോലെ സ്വീകരിച്ചില്ല. അവസാനം തിരുമേനി എൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പോഴത്തേനും കുറച്ച് പുഷ്പങ്ങൾ എടുത്തിട്ട് അതിങ്ങ് തന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകും. നമ്മളപ്പം ധരിക്കേണ്ട എന്താണ്, നമ്മള് ആദ്യം തന്നെ നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ ഫോട്ടോ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഓഫർ ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ. അപ്പൊ എങ്ങനെ ക്ഷേത്രത്തിൽ അപ്പൊ അമ്പലത്തിലായിരിക്കുന്ന ഒരു തോന്നലായി പോയി കാണും. നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ അങ്ങനെ ചെയ്യണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതങ്ങനെ പോട്ടെ. ഇല്ലേ, അല്ലേ, ഇന്ന് ഞാനൊരു നേരം ഉണ്ടോ പ്രഭു ശക്കല, ഞാനൊരു കഥ കേട്ടു. നാരദമുനി, ഈയുടെ കഥയാണ്. നാരദമുനി ഒരിടത്ത് ചെന്നപ്പോൾ രണ്ട് ചേട്ടനനിയന്മാർ രണ്ടുപേരാ. അപ്പൊ ചേട്ടൻ വളരെ ഭക്തനാണ്. അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടു. അദ്ദേഹം എല്ലാം അനിയനെ കൊള്ളത്തില്ല. ഈ ചേട്ടൻ പറഞ്ഞു അവൻ ശരിയല്ല ആൾ, അവനോടും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവനെ നന്നാക്കി ഒന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജോലി തന്നെ ഈ ഈ പശുവിനെ അറുത്തിട്ട് ആ രക്തം കുടിക്കുന്നതാണ് അങ്ങനെയുള്ള ജോലി തന്നെ. അപ്പൊ നാരദമുനി കുറച്ചിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, നീ നിന്റെ ജോലി ചെയ്തോ, പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്ന് കുറെ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു ചെവി കൊടുത്ത് കേട്ടു. അത് നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിലാകും. ഈ സത്തുക്കള് ഇങ്ങനെയുള്ള ആളുകള് നിനക്ക് പറയുമ്പോ ആ ഒരു സ്മരണ, ആ ഒരു സ്മരണ ആ പറയുന്നത് നിനക്ക് എപ്പോഴെങ്കിലും നിനക്കൊരു ഗുണമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അന്നേരം കേട്ടച്ചൻ കളഞ്ഞു. പക്ഷെ ചേട്ടൻ ഇങ്ങനെ എല്ലാവരെയും കേട്ടത്. അത് കഴിഞ്ഞ് ഇങ്ങേർക്ക് മരണസമയം എടുത്ത് അങ്ങേര് മരിച്ചപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അങ്ങേര് ഉദ്ദേശിച്ച പോലെയല്ല, ഭയങ്കരമായിട്ടുള്ള കൊണ്ടുപോക്ക. ഇദ്ദേഹത്തിന് എല്ലാത്തിനെയും കൊന്നിരിക്കുന്നതല്ലേ, എന്നും ഈ രക്തം കുടിക്കുന്ന ആളല്ലേ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യമദേവന്റെ അടുക്കൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. അന്നേരമാണ് അങ്ങേർക്ക് തോന്നി, അയ്യോ ഇത്രയൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, ഞാൻ ചെയ്തത് കുറ്റമാണല്ലോ എന്ന് അന്നേരമാണ് അങ്ങേർക്ക് തോന്നി. അങ്ങേര് ഉടനെ തന്നെ അപ്പൊ ഈ നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ചോദ്യം നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുമ്പോൾ നീ ചോദിക്കുവാണ്. ഒരു ശകലം സമയം സത്സംഗം സത്തുക്കളുടെ പറഞ്ഞത് കേട്ടത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, അതുകൊണ്ട് നമുക്ക് മോക്ഷം കിട്ടുമോ എന്നുള്ള ആ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഈ യമധർമ്മന്റെ ഒക്കെ ചെന്നപ്പോ ആ ഓർമ്മ വന്നു. ഉടനെ തന്നെ പറഞ്ഞു, എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, ഞാൻ എല്ലാം അനുഭവിച്ചോളാം, ഒരു ചോദ്യം ചോദിക്കാണ്ട് അതിന് ഉത്തരം തന്നെ ഒക്കുള്ളൂ. നമ്മൾ എന്താന്ന് ചോദിക്കും. ആ ഒരു ശകലം സമയം സത്സംഗം കേട്ടാൽ ഉള്ള ആ അനുഭവം ഒന്ന് പറയാൻ പറഞ്ഞു. ആ മോക്ഷം കിട്ടുമോ എന്നുള്ള ചോദിച്ചപ്പോഴത്തേക്ക് യമധർമ്മൻ ഒരിതായി. യമധർമ്മൻ പറഞ്ഞു, ആ വിവരം എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മഹാദേവനോട് ചോദിക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പറഞ്ഞു, ഓ ആ കാര്യത്തെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, ഒരു കാര്യം ചെയ്യേ, ബ്രഹ്മാവിന്റെ ഒക്കെ ചെല്ലാൻ പറഞ്ഞു. ബ്രഹ്മാവ് ഇത് തന്നെ പറഞ്ഞു. അതൊന്നും എന്റെ ഡ്യൂട്ടിയല്ല, എനിക്കോട്ട് അറിയാനും വയ്യ. അപ്പൊ അവരെല്ലാരും കൊണ്ട് കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, മഹാവിഷ്ണുവിന്റെ ഒക്കെ ചെല്ലാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇദ്ദേഹം തന്നെ പറയും, ഇദ്ദേഹത്തിന് ഒരു സംശയം, അത് ചോദിക്കാനാ വന്നത്, ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അത് ഒരു കുറച്ചു നേരം മഹത്തുക്കളുടെ ആ ഒരു സത്സംഗം ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ മോക്ഷം കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം മഹാവിഷ്ണു ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങള് ആ ചോദ്യം ചോദിച്ച ആള് മാത്രം അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാരും അങ്ങ് പോകാൻ പറഞ്ഞു. എല്ലാരും പോയി, അദ്ദേഹം അവിടെ നിന്നോട്ടെന്ന്. അദ്ദേഹത്തിന് മോശമായി. ഹരേഷ്ണമാതാ, യാതൊരു ശകലം വ്യത്യാസമുണ്ട്. അതിന്റെ പേര് ലവമാത്ര സാധു സംഘം എന്നാണ്. ലവമാത്ര സാധു സംഘം, ആ സ്റ്റോറിയുടെ പേര്. അതായത് ഒരു ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷത്തിന്റെ 11 ഒരു അംശം. അതായത് ഒരു സെക്കൻഡിനേക്കാളും താഴ്ന്ന അദ്ദേഹത്തിന് മോക്ഷമായി. ഒരു സാധുവിന്റെ ഓർമ്മ വന്നു. ഒരു സാധുവായിട്ട് അസോസിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം, അതായത് ഇത് പാവരാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. പാവരാജ് അംബരീഷ് മഹാരാജാവിന്റെ അനുജനാണ്.
പാപരാജ്. ആ പാപരാജ് എന്ന് പറയുന്ന ആളാണ് ഇതുപോലെ ഒരുപാട് അതൊന്നും പറഞ്ഞില്ല, കേട്ടതാ. നാരദമുനി സ്ത്രീകളോടൊക്കെ വന്ന് ക്രൂരത ചെയ്ത് അവസാനം നാരദമുനിയെ അംബരീഷ് മഹാരാജാണ് പറഞ്ഞു വിടുന്നത്, ഇദ്ദേഹത്തിനോട് ഉപദേശിക്കാൻ പറഞ്ഞു. അങ്ങനെ നാരദമുനി ചെന്നിട്ട് അവസാനം ഒരു രക്ഷയില്ലാണ്ട് പറഞ്ഞു, നീ ഇതെല്ലാം കഴിഞ്ഞിട്ട് യമലോകത്ത് ചെല്ലുമ്പോൾ യമരാജാവിനോട് ചോദിക്കും, ഈ ചോദ്യം ലവമാത്ര സാധു സംഘം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാത്രം ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ യമദേവൻ അറിയത്തില്ല, ഇന്ന് ബ്രഹ്മദേവൻ കേട്ട അറിയത്തില്ല, കഥയാ. മഹാദേവൻ അറിയത്തില്ല. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ അവിടെ നാരദമുനി അവിടെ നിപ്പുണ്ട്. അപ്പം ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉടനെ അവിടെ നിന്നും ഭഗവാൻ ഉത്തരം പറയുവാണ്, ഈ നാരദമുനിയുടെ അസോസിയേഷൻ ആണ് ഈ ലവമാത്ര സാധു സംഘം, അതുകൊണ്ട് നീ വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിൽ ഒരു ജീവാത്മാവ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്താണ് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടു, ഇദ്ദേഹത്തിന് അവിടെ വൈകുണ്ഠ പ്രാപ്തി എത്തി. അത്ര അല്ല, അത് പോലും അത്രയും അതായത് കേട്ടോണ്ട്, അല്ല അത്രയും കേട്ടോണ്ടേ, ഒരു അത്രയും ഒരു കേട്ടോണ്ട് മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു നിമിഷത്തിന്റെ അതിന്റെ അത്രയും 11ൽ ഒരു അംശത്തിൽ താഴെ പോലും ഒരു ശുദ്ധഭക്തന്റെ അസോസിയേഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്രയോ എത്രയോ വലിയ നേട്ടമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഇതാണ്. അതുപോലെ തന്നെ പ്രഹ്ലാദ് മഹാരാജാവിന്റെ ഗർഭ സമയത്ത് ആരുടെ അസോസിയേഷൻ കിട്ടി? നാരദമുനിയുടെ അസോസിയേഷൻ കിട്ടി. അങ്ങനെ അസുരന്റെ പുത്രൻ എന്താണ് ഭഗവാന്റെ പരമഭക്തനായി. നരസിംഹ അവതാരം തന്നെ എടുക്കാൻ കാര്യം ആരാണ്? പ്രഹ്ലാദനാണ്. അതുപോലെ തന്നെ എത്രയോ പേർക്ക് അങ്ങനെ നാരദമുനിയുടെ അസോസിയേഷൻ. അതുപോലെ നമ്മൾ ദാമോദരയിലെ കണ്ടു, നളകുബേരനും മണിഗ്രീവനും ഒക്കെ അല്ലേ. അവർക്ക് എന്താണ് സംഭവിച്ചത്? നാരദമുനിയുടെ കൃപ കൊണ്ട് അവരെന്താണ് ഗോകുലത്തില് 2 വൃക്ഷങ്ങളായിട്ട് പിറന്നു. ഭഗവാന്റെ ബാലലീലകൾ മുഴുവൻ അവർ കണ്ടു അല്ലേ. അങ്ങനെ അവർക്ക് മോക്ഷം കിട്ടി. അപ്പൊ ഇതെല്ലാം ശുദ്ധഭക്തന്റെ ആ ഒരു അസോസിയേഷൻ മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് സത്സംഗത്തിന്റെ ആ ഒരു മഹിമയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ABCD പറയുമ്പോൾ എ ആദ്യമായിട്ട് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ. അസോസിയേഷനിൽ കൂടിയാണ് നമുക്ക് ഇതെല്ലാം പ്രാപ്തമായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ എത്രയാണ് 2 ശ്ലോകം എടുക്കാൻ പറ്റുള്ളൂ ഇപ്രാവശ്യം. എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്, നോക്കാം നമുക്ക്. നമ്മൾ ടോപ്പിക്കിന് വിട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതുകൊണ്ടാണ് എനിക്ക് സമയം മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്തത് കേട്ടോ. സോറി പ്രഭു, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല മാതാജി, നമ്മൾ പറ്റി വിഷയം പലതവണ ഈ കഥ പറഞ്ഞിട്ടുള്ളോ? അതെ അതെ, ഇന്ന് പക്ഷെ കേട്ടപ്പോ ഒരു ഓർമ്മ വന്നു എനിക്ക്. സാരമില്ല. ഗോപിക ഗീതം ഉള്ളവരൊക്കെ എടുക്കുക. വൈഷ്ണവ ഗീതങ്ങളിൽ ഉണ്ട്. അതിന്റെ 3-ാമത്തേത് ആരാണ് വായിക്കുന്നത്? ഞാൻ വായിക്കാം പ്രഭു. 3-ാമത്തെ വായിച്ചു പൊന്നമ്മ മാതാജി. ഭാരതി മാതാജി വായിച്ചോളൂ. വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വദോ ഭയാത് ഋഷഭദേവയം രക്ഷിതാമുഹു. ഹരേ കൃഷ്ണ. വരില്ലേ? വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വതോഭയാത് ഋഷഭദേവയം രക്ഷിതാമുഹു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് ഇതിന്റെ ആ ഒരു അർത്ഥത്തിലേക്ക് പോകാം. 3-ാമത്തെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഹേ സഖ, യഥാർത്ഥത്തിൽ അങ്ങ് യശോദയുടെ പുത്രനല്ല, എല്ലാ ശരീരങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതല്ലല്ലോ. അതാ, അത് തന്നെ. 3 അതല്ലേ പ്രഭു? നോക്കട്ടെ. ഹേ സഖ, അങ്ങ് യഥാർത്ഥത്തിൽ യശോദയുടെ പുത്രൻ, എല്ലാ ശരീരയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷിയായ പരമാത്മാവാണ്. അവിടുന്ന് പ്രപഞ്ച സംരക്ഷണം ആവശ്യപ്പെട്ട ബ്രഹ്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അങ്ങ് സാത്വകുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത്. ഹേ സഖ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഞങ്ങളുടെയൊക്കെ എന്താണ് സഖയായിട്ടാണ് വന്നത് അല്ലെ, കൂട്ടുകാരൻ, കളിക്കൂട്ടുകാരനായിട്ടാണ് അങ്ങ് വന്നത് അല്ലെ. അപ്പം അങ്ങ് യശോദയുടെ പുത്രനാണെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു, ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്, സഖാവാന്നൊക്കെ വിചാരിച്ചിരുന്നു, സഖയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എല്ലാ ശരീരങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷിയായ പരമാത്മാവാണ് അവിടുന്ന്. അതായത് ഈ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ നമ്മുടെ മനസാക്ഷി എന്നൊക്കെ പറയുന്ന എല്ലാത്തിനും സാക്ഷിയായിട്ട്
വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അതാണ് പരമാത്മാവ് അല്ലേ? ആ പരമാത്മാവ് ആരാണ്? ഏത് വിഷ്ണുവാണ് ആ പരമാത്മാവ്? പ്രഭു അതിന്റെ മുകളിലത്തെ സ്റ്റാൻസ് അല്ലേ? ഏ മഹാശ്രേഷ്ഠ എല്ലാവിധ ആ അപകടകരമായ അവസ്ഥയും. ഇതാണ് വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ മാറിപ്പോയത്? എനിക്കത് ആദ്യം തന്നെ ഞാൻ അതാ സംശയം തോന്നിയത്. ഇപ്പം പറഞ്ഞതിന്റെ ഏ മഹാശ്രേഷ്ഠ എല്ലാവിധ ആ അതെ അപകടകരമായ അതെ, അവസ്ഥകളിൽ ഇതാണ് വരുന്നത്. എനിക്കൊരു അതാ. സംശയം തോന്നി ഇതാണോന്ന്. അതെ, എന്തുകൊണ്ടാണ് നമ്പർ എഴുതി മാറിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം എന്തായാലും. ഹേ മഹാശ്രേഷ്ഠ, എല്ലാവിധ അപകടകരങ്ങളായ അവസ്ഥകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ശ്ലോകം വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകാം. ഓരോ തരത്തിലുള്ള വ്യാധികളെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത് അല്ലെ? വിഷലിപ്തമായ ജലത്തിൽ നിന്ന്, എങ്ങനെയാണ് വിഷലിപ്തമായ ജലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? ഈ കാളി എന്ന് പറഞ്ഞൊരു മഹാസർപ്പം ഉണ്ടായിരുന്നു. ആ സർപ്പം എന്താണ് ചെയ്തിരുന്നത്? കാളിന്തി നദിയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ആ വിഷം വമിക്കുന്ന അത് ജലത്തിൽ കലക്കിയിട്ട് എന്താണ്, പശുക്കളെല്ലാം ഈ വിഷം ആ, ഉള്ള വെള്ളം കുടിച്ചിട്ട് അവരെന്താണ്, പശുക്കളൊക്കെ മരിച്ചു വീഴുന്നു, ഗോപപാലന്മാര് മരിച്ചു വീഴുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ അവസാനം എന്ത് ചെയ്തു? എന്താണ്, കാളിയന്റെ ദർപ്പ സമീപിച്ചു. അതായത് കാളിയന്റെ ഫണങ്ങളിൽ എന്താണ് നൃത്തം ചെയ്തു. എന്നിട്ട് കാളിയനെ എന്താണ്, അഹങ്കാരം സമീപിച്ചിട്ട് കാളിയനെ ഇവിടുന്ന് പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത് അല്ല, യമുനാ നദിയിൽ നിന്ന്. അങ്ങനെ ഭീകര രാക്ഷസനായ അഘാസുരനിൽ നിന്ന്, അഘാസുരനെ ആരായിട്ട് ആണ് വന്നത്? അഘാസുരൻ വലിയ പാമ്പായിട്ട്. വളരെ വലിയൊരു പാമ്പായിട്ടാണ് വന്നത് അല്ലെ? ഒരു ഗുഹ പോലെ ഇരിക്കുന്ന വാ തുറന്നു വെച്ചിട്ട് ഈ ഗോപബാലന്മാരെല്ലാം അതിനുള്ളിൽ കയറിയിട്ട് ഈ പറയുന്ന ഭഗവാൻ അത് എന്താണ് അവിടെ നിന്ന് വികസിച്ചു. അങ്ങനെ ആ പാമ്പിനെ അവിടെ വെച്ചിട്ട് വധിക്കുന്നു. അങ്ങനെ അകാസുരൻ വധിച്ചു. പക്ഷെ ഈ അകാസുരൻ വധിച്ചു കഴിഞ്ഞിട്ടായിരുന്നു ഈ പറയുന്ന ബ്രഹ്മവിമോഹന ലീല നടന്നത്. ബ്രഹ്മദേവൻ ഇതുപോലെ സംശയമൊക്കെ തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വർഷത്തിന് ശേഷം ഈ പറയുന്ന ബ്രഹ്മവിമോഹന ലീലയ്ക്ക് ശേഷം ഈ കുട്ടികളൊക്കെ പറഞ്ഞ കഥ എന്താണ്? ഈ പറഞ്ഞ പാമ്പിനെ ഭഗവാൻ വധിച്ച കാര്യമാണ്. പക്ഷെ ആ പാമ്പ് കിടന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോ എന്താണ്, പാമ്പ് കുറച്ച് ദ്രവിച്ചൊക്കെ പോയിരുന്നു അല്ലേ? അത് ഇന്നലെ വധിച്ച ഒരു പാമ്പാണെന്ന് തോന്നുകയല്ലാത്ത രീതിയിലാണ് കിടന്നത്. കാര്യം ഭൗതിക ലോകത്തിലെ ഒരു വർഷം കഴിഞ്ഞു പോയിരുന്നു. ബ്രഹ്മദേവന്റെ എത്രയാണ്, ഒരു നിമിഷം അത്രയും ഉണ്ടായിട്ടുള്ളായിരുന്നു. ബ്രഹ്മവിമോഹന രീതിയിൽ അറിയാമല്ലോ, ബ്രഹ്മദേവൻ ഇതുപോലെ ഗോപപാലന്മാരെയും പശുക്കള് ഒക്കെ ബ്രഹ്മദേവന്റെ മായയിൽ അകപ്പെടുത്തി ബ്രഹ്മദേവൻ കൊണ്ടുപോയിരുന്നു ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഭഗവാൻ അത്രയും പശുക്കിടാങ്ങളായിട്ടും അത്രയും ഗോപപാലന്മാരുമായിട്ട് ഭഗവാൻ എക്സ്പാൻഡ് ചെയ്തു. ഓരോരുത്തരുടെ വീട്ടിൽ ഭഗവാനാണ് ഒരു വർഷക്കാലത്തോളം കഴിഞ്ഞു കൂട്ടിയത്. ഓരോ ഗോപികമാരുടെയും മകനായിട്ടും അതുപോലെ തന്നെ ഓരോ പശു ഗോമാതാവിന്റെയും കുട്ടിയായിട്ട്, പശുക്കിടാവായിട്ടും ഭഗവാൻ വസിച്ചു അല്ലേ? അപ്പൊ അങ്ങനെ ഏതൊക്കെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും മഹാമാരിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തിയ ഭഗവാൻ? ഗോവർദ്ധനം ഉയർത്തി രക്ഷപ്പെടുത്തി. പിന്നെ കൊടുങ്കാറ്റ് രൂപത്തിൽ വന്ന അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരന്റെ പേര് ഓർമ്മയുണ്ടോ? എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. കൊടുങ്കാറ്റ് രൂപത്തിൽ ഒരു അസുരൻ വന്നു. പിന്നെ എന്താ, ഇന്ദ്രന്റെ വജ്രായുധത്തിൽ നിന്ന്, വത്സാസുരനിൽ നിന്ന്, മായ ദാനവന്റെ പുത്രനിൽ നിന്ന് നമ്മള് ഒരുപാട് അസുരന്മാരെ, ഇതുപോലെ ഒരു സീരീസ് ഓഫ് അസുരന്മാരെ കംസൻ വിടുന്നുണ്ട് അല്ലേ? ഓരോ ശകടാസുരൻ വരുന്നുണ്ട്, ബഗാസുരൻ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പേര് പോലും അറിയാൻ മേലാത്ത ഒരുപാട് അസുരന്മാരുണ്ട്. അപ്പൊ അങ്ങനെ മായാവികളായിട്ടുള്ള ഒരുപാട് പേര്, അങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്നൊക്കെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ലയോ മഹാശ്രേഷ്ഠ എന്നാ വിളിച്ചിരിക്കുന്നത് അല്ലെ? അല്ലയോ മഹാശ്രേഷ്ഠ, ഈ പറയുന്ന അപകടകരങ്ങളായിട്ടുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നീ ഞങ്ങളുടെ രക്ഷകനാണ്. അപ്പൊ ഭഗവാൻ എന്താണ്, ഏത് വിപത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ രക്ഷപ്പെടുത്തും അല്ലെ? ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത് മൂന്നാമത്തെ ശ്ലോകം വായിക്കാൻ. അതിന്റെ അർത്ഥം കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് നമ്മള് മൂന്നാമത്തെ ശ്ലോകം അല്ലേ പ്രഭു വായിച്ചത്? മൂന്നാമത്തെ വായിച്ചത്. പ്രഭു അത് തന്നെ വായിച്ചത്. അതെ. ഇനി നാലാമത്തേത് വായിച്ചു. നാലാമത്തെ ആര് വായിക്കും പ്രഭു? വായിക്കട്ടോ? വായിച്ചു. ഹരേ കൃഷ്ണ. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖില ദേഹിനാമന്തരാത്മദൃ
വിഘനസാർത്തിതോ വിശ്വഗുപ്തയെ സഖ ഉദയിവാൻ സത്വതാം കുലേ. ഹരേ കൃഷ്ണ. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃ വിഘനസാർത്തിതോ വിഘനസാർത്തിതോ വിശ്വഗുപ്തയെ സഖ സഖ ഉദയിമാൻ ഉദയിവാൻ സാത്വതാം കുലേ. സത്വതാം കുലേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇതിന്റെ അർത്ഥം ആർക്കാണ് വായിക്കാൻ പറ്റുന്നത്? അർത്ഥം ഞാൻ തന്നെ വായിക്കട്ടെ. ആ ഹേ സഖ, യഥാർത്ഥത്തിൽ അങ്ങ് യശോദയുടെ പുത്രനല്ല. എല്ലാ ശരീരികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷിയായ പരമാത്മാവാണ് അവിടുന്ന്. പ്രപഞ്ച സംരക്ഷണം ആവശ്യപ്പെട്ട ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അങ്ങ് സാത്വിക കുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത്. ഹരേ അല്ലയോ കൃഷ്ണ. സഖ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞാണ് അങ്ങ് എന്താണ് യഥാർത്ഥത്തിൽ യശോദയുടെ പുത്രനല്ല. നമ്മൾ ഇല്ല, യശോദയുടെ പുത്രനാണെന്നൊക്കെ ഞങ്ങൾ അങ്ങ് വിചാരിച്ചു അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങ് ഇല്ല. എല്ലാത്തിനെയും സർവ്വതും സാക്ഷിയായിട്ടുള്ള പരബ്രഹ്മമാണ്, അല്ലെങ്കിൽ പരമാത്മാവാണ് അല്ലെ? പ്രപഞ്ച സംരക്ഷണം ആവശ്യപ്പെട്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അങ്ങ് ഈ പറയുന്ന അവതാരങ്ങളൊക്കെ എടുത്തല്ലേ? നമ്മൾ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഭഗവാൻ അവതാരം എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്നല്ലേ? എന്തൊക്കെയാണ് ഭഗവാൻ അവതാരം എടുക്കാനായിട്ട്? ഏത് ശ്ലോകത്തിലാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? ഏതാ അവതാരം? ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത് മൂലം ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് ശ്ലോകത്തിലാണ് അതിനെപ്പറ്റി പറഞ്ഞത്? അത് പുരുഷ സൂക്തം. പരിത്രാണായ സാധൂനാം വിനാശായ ച ആ, ദുഷ്കൃതാം പരിത്രാണായ ധർമ്മ സാധു. സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ യഥാ യുഗേ യഥാ യുഗേ. ഹി ആ, ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എന്തൊക്കെയാണ് യഥാ യഥാ ഹി ധർമ്മസ്യ? എപ്പോഴൊക്കെ ധർമ്മത്തിന് എന്താണ് ആ. നാശം പ്ലാൻ സംഭവിക്കുന്നുവോ, സംഭവിക്കുന്നു. ധർമ്മത്തിന് എപ്പോഴും നാശം, അധർമ്മം എപ്പോഴും തഴച്ചു വളരുന്നുവോ, പിന്നെ എന്താണ് എപ്പോഴൊക്കെ സാധുക്കളായ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ, സാധുക്കളിൽ നിന്ന് ഭഗവാന്റെ പരമഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നോ, ഭഗവാൻ ആ സമയത്തൊക്കെ അവതരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ? 3-4 കണ്ടീഷൻസ് പറഞ്ഞിരിക്കുകയാണ് അല്ലെ? അധർമ്മത്തിന് എപ്പോഴും ഉയർച്ച ഉണ്ടാകുന്നു, തഴച്ചു വളരുന്നു. ധർമ്മം ഇപ്പൊ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കും അല്ലെ? ധർമ്മം പുനഃസ്ഥാപിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള എത്രയോ സ്ഥലത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ നമുക്ക് ശ്രീരാമാവതാരത്തിൽ കണ്ടു, ശ്രീകൃഷ്ണാവതാരത്തിൽ മഹാഭാരത യുദ്ധത്തിൽ ധർമ്മയുദ്ധമാണ് അല്ലെ? ഭഗവാൻ അവിടെ വന്നു. അങ്ങനെ എത്രയോ സ്ഥലത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാനും. പക്ഷെ ശ്രീകൃഷ്ണ അവതാരത്തിലെ ലീലകൾ മുഴുവൻ ഭഗവാൻ എന്താണ് ആ ലീലകളൊക്കെ ചെയ്തതിന്റെ ഉദ്ദേശം? ഭഗവാന് ഇതിനേക്കാളൊക്കെ ഉപരി ഭഗവാൻ എന്താണ്? ഭഗവാന്റെ ആത്മഭക്തന്മാരോടുകൂടി രമിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉദ്ദേശം അല്ലെ? ബാക്കിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ എന്താണ്? വളരെ നിഷ്പ്രയാസം ചെയ്യുക അല്ലെ? വൈകുണ്ഠത്തിൽ അങ്ങ് ഇരുന്നാൽ മതി. ഭഗവാൻ ഒന്ന് നിരൂപിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ, ഒരൊറ്റ സുദർശനം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ദുഷ്ടരാക്ഷസന്മാരെ ഇവരെയൊക്കെ സൃഷ്ടി ചെയ്തു വരാൻ ഭഗവാൻ തന്നെയാണ് അല്ലെ? അപ്പൊ ഭഗവാൻ ഈ ലീലയൊക്കെ സൃഷ്ടിച്ച് ഭഗവാൻ ഈ പറയുന്ന കഥകളും ഈ ഡ്രാമ എല്ലാം കാണിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്താണ്? ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ കൂടെ രമിക്കുക, അവരുടെ കൂടെ സമയം ചെലവഴിക്കുക. ഇത് ഭഗവാൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഈ ജയവിജയന്മാർക്ക് ആ ശാപം കിട്ടി. ഇവര് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അതുപോലെ തന്നെ രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദണ്ഡവക്ത്രൻ എന്നിങ്ങനെ പല രൂപത്തിൽ അവതരിച്ച് 3 യുഗങ്ങളില് ഭഗവാൻ ഇങ്ങനെ ആ ശാപം കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ഇതിന് സനൽകുമാര ഋഷികളെ കൊണ്ട് ശപിപ്പിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ ഭഗവാന്? ഇല്ല. പക്ഷെ ഭഗവാൻ ഇത് അവതാരം എടുത്തിട്ട് എന്താണ്? ആ ശുദ്ധ ഭക്തന്മാരോടുകൂടി രമിക്കുക, അവരുടെ കൂടെയുള്ള ആ ഒരു സമയം ചെലവഴിക്കുക. ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം അല്ലെ? അപ്പൊ അതിൽ കൂടെ നമ്മൾ ഭഗവാൻ എത്രയോ ലീലകളിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ആ ഭക്തന്മാരുടെ മഹിമ ഭഗവാൻ വെളിവാക്കി തന്നു അല്ലെ? അപ്പൊ നമ്മള് മഹാവിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മഹാവിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മഹാപ്രഭുവാണ് അല്ലെ? അദ്ദേഹം ഇൻസ്ട്രക്ഷൻ തരുവാണ്. നമ്മള് വൈകുണ്ഠത്തിലൊക്കെ ചെല്ലുന്ന ആൾക്കാരെ എന്താണ് ആ ഒരു ദർശനം, പുരുഷസൂക്തം ഒക്കെ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ ഒന്ന്, ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ ഭഗവാൻ ഒന്ന് പ്രത്യക്ഷപ്പെടും. പെട്ടെന്ന് തന്നെ എന്താണ് ഭഗവാൻ തിരിച്ചു പോകും അല്ലെ? അത് മഹാപ്രഭുവായിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് അല്ലെ? മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു അല്ല, മഹാപ്രഭു അല്ലെങ്കിൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്, ഇവിടെ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മള് ചെല്ലുമ്പോൾ കാണാം, ഈ നമ്മൾ ഗുരുവായൂരും
പിന്നെ എവിടെയാണ് തിരുപ്പതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ അവിടെ നിന്ന് തൊഴാൻ ഇങ്ങനെ സമ്മതിക്കത്തില്ല. അപ്പൊ ദ്വാരപാലകർ വന്ന് നമ്മളെ തട്ടി തട്ടി ഓടിച്ചു വിടും, അല്ലെ ചീത്ത പറഞ്ഞ് ഓടിച്ചു വിടും. വൈകുണ്ഠത്തിലെ അവസ്ഥ ഇതാണ്, അല്ലെ? നമുക്ക് എന്താണ് ഒരു നിമിഷം മാത്രത്തിന് ഒരു വളരെ ചെറിയ ഭാഗത്തെ അവിടെ നിൽക്കാനോ ദർശിക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ ഭഗവാനെ. ചിലപ്പോൾ ദർശനം കിട്ടിയില്ല എന്ന് വരും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്തായിരുന്നു? ഏതരസത്തിൽ അവിടെ അദ്ദേഹം മഹാപ്രഭുവായിട്ട് അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായിട്ട് ഇരിക്കുന്നു. പക്ഷെ ശ്രീരാമചന്ദ്ര പ്രഭു എന്താണ് ചെയ്തത്? അദ്ദേഹം വാനരന്മാര് അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും വ്യത്യാസമില്ല, എല്ലാരെയും കൂട്ടുകാരായിട്ടാണ് കണക്കാക്കി, അല്ലെ? ഒരേ കാറ്റഗറിയിൽ, അതായത് സാഖ്യരസത്തിൽ കൂടിയായിരുന്നു ഭഗവാൻ കാര്യങ്ങളൊക്കെ നടത്തിയത്. ആം, അത് ഈ വാനരന്മാരെ എല്ലാം കൂട്ടി, സുഗ്രീവനെ ഹനുമാനെ എല്ലാവരെയും കൂട്ടി, അങ്ങനെ ആ ഒരു എല്ലാവരെയും, വിഭീഷണനെ എല്ലാം കൂടെ കൂട്ടി, അല്ലെ? സാഖ്യരസത്തിൽ തന്നെ അദ്ദേഹം കണ്ടു എല്ലാവരെയും തന്നെ. പിന്നെ അടുത്തത് ശ്രീകൃഷ്ണാവതാരം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ എന്താണ് സ്വയം ഭഗവാന്റെ ഭക്തന്റെ ദാസനായിട്ട് മാറുകയാണ്, അല്ലെ? സേവകനായിട്ട് തന്നെ മാറുകയാണ് ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ ഈ വൃന്ദാവനത്തിൽ ഓരോ ലീലകൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഭഗവാന്റെ പുറത്ത് കയറി അവര് എന്താണ് ഇരുന്ന് ഓരോ കളികൾ കളിക്കുന്നു, ഭഗവാനെ ചവിട്ടുന്നു. അതുപോലെ തന്നെ അർജുനനുമായിട്ട് അർജുനന്റെ സാരഥിയാകുന്നു. അർജുനന്റെ സാരഥിയാകാന്ന് പറഞ്ഞാൽ എന്താണ്? സാരഥി എന്ന് പറഞ്ഞാൽ മോശം തൊഴിലുള്ള ആളാണ്. പക്ഷെ ഭഗവാൻ ആ ഒരു ഇത് ഏറ്റെടുത്തു, ഭഗവാൻ ഭക്തന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട്. യുദ്ധ കോലാഹലങ്ങളിലേക്ക് ശബ്ദം ഇടത്തോട്ട് തിരി വലത്തോട്ട് തിരിയെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പൊ അർജുനൻ എങ്ങനെയാണ്? കാല് ഇങ്ങനെ ചവിട്ടിയിട്ടാണ് ഭഗവാന്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട്, ഇടത്തേക്ക് പോകാനായിട്ട് ഈ ഇടത്തെ കാല് ചവിട്ടും, വലത്തേക്ക് പോകാനാണ് ഭഗവാന്റെ വലത്തെ തോളിൽ ചവിട്ടും. അങ്ങനെ ചവിട്ടിയിട്ട് ഇത്രയൊക്കെ ചവിട്ടൊക്കെ സഹിച്ച് ഭഗവാൻ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഭക്തനെ സേവ ചെയ്യുക, ഭക്തന്റെ ദാസനായിട്ട് അവിടെ ഇരിക്കുക, അല്ലെ? സജീവനായിട്ട് അല്ല, ഇരിക്കുകയാണ് അവിടെ ഭഗവാന്റെ മടിയിലല്ലേ അർജുനൻ കിടന്ന് ഉറങ്ങുന്നത്? ഉറങ്ങുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ആ, പാദങ്ങളൊക്കെ എടുത്ത് എന്താ സുദാമയുടെ എടുത്തിട്ട് കഴുകി വെള്ളം ശിരസിൽ ധരിച്ചൊക്കെ നമുക്കറിയാമല്ലോ, അല്ലെ? ആ ഭക്തന്റെ കാലിലുള്ള പറ്റിയിരിക്കുന്ന എന്നെ കാണാൻ ഇത്രയും നടന്നു വന്നിട്ട് ഈ പാദ ധൂളികള് അല്ലെങ്കിൽ ഈ കൊണ്ടിരിക്കുന്നത് എത്രയോ പുണ്യം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അതൊക്കെ എടുത്ത് മാറ്റി തുടച്ചു കൊടുക്കുന്നു, ആവി പിടിക്കുന്നു. എന്തെല്ലാം ഭഗവാൻ കാണിച്ചത് അവിടെ, അല്ലെ? ഭഗവാന്റെ ആ. സേവകരും അതുപോലെ തന്നെ റാണിമാരൊക്കെ ആലോചിച്ച് ഭഗവാൻ എന്ത് വട്ടുതരായി കാണിക്കുന്നതെന്ന്. പക്ഷെ ഭഗവാൻ എന്താണ്? ആസ്വദിക്കുകയാണ് ചെയ്തത്, അല്ലെ? ഭഗവാന്റെ ആ ഒരു ഭക്തനെ കണ്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊന്നും പോരാന്നാണ് ഭഗവാൻ തോന്നുന്നത്. ഭഗവാൻ എന്താണ്? ദ്വാരകാപുരി തന്നെ കൊടുത്തു. സുദാമാപുരിയിൽ ചെന്ന് നോക്കുന്നുണ്ട്, ദ്വാരകാപുരി തന്നെയാണ്. ദാസ്യലീല അല്ലെ? ദാസ്യലീല അല്ലേ പ്രഭു? എന്തോ? ദാസ്യലീല, ദാസ്യലീല, അതെ. ദാസ്യ. അപ്പൊ ആ, അങ്ങനെ ആ ഒരു ദാസന്റെ ഭാവത്തിലേക്കാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇവര് അതെ. എന്തെല്ലാം രീതിയിൽ ഭഗവാൻ എപ്പോഴും തോറ്റു കൊടുക്കുക കാര്യം കൂട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ. അതുപോലെ അതുപോലെ കൂട്ടുകാരെന്താണ് വായിൽ ഇങ്ങനെ അപ്പോഴല്ലേ ബ്രഹ്മവിമോഹൻ ലീല ഉണ്ടായത്. ഈ ഖീറൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഭഗവാൻ ചെന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ പൊട്ടിച്ചു, ഈ കവളി ഇങ്ങനെ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു? ആ ഖീർ നേരെ പുറത്തേക്ക് വന്ന് ഭഗവാൻ വായ കൊണ്ട് അത് പിടിച്ചു. അങ്ങനെയാണ് ഭഗവാൻ ആ മധുര ആസ്വദിക്കുന്നത്, അവരുടെ എച്ചിൽ ആസ്വദിക്കുകയാണ്, അല്ലേ? ആ കൂട്ടുകാരുടെ. അപ്പൊ അത് കണ്ടിട്ടാണ് ബ്രഹ്മദേവന് തോന്നിയത് ഇദ്ദേഹം സാക്ഷാൽ ഭഗവാൻ പരമപുരുഷനല്ല. പരമപുരുഷനാണ് ഇങ്ങനെ ചെയ്യുക, ഒരു കുട്ടിയുടെ വായിൽ നിന്ന് എച്ചിൽ. അത് വെറും ഗോപബാലന്മാരല്ലേ, വെറും യാതൊരു ഇതുമില്ലാത്ത തേർഡ് ക്ലാസ് ആൾക്കാരായിട്ടാണ് ഇവരെ കരുതിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ എടുക്കുന്ന ഇതിങ്ങനെ ഒരു എച്ചിലൊക്കെ എടുക്കുവാണെങ്കിൽ ഇത് ഭഗവാൻ ആയിരിക്കുകയില്ല എന്നുള്ള രീതിയിൽ ഒരു ഇത് ഉണ്ടായി അവർക്കല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മദേവനെ മോഹിപ്പിച്ചിട്ടുള്ള ആ ഒരു ലീല ഉണ്ടായത്. അപ്പൊ നമ്മൾ ഓരോരോ അവതാരത്തിൽ കൂടെ ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തരുവാണ്. നമ്മൾ ആ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡുകളുടെ ആണ് വിഷ്ണു. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും ശ്രീരാമചന്ദ്രൻ സാഖ്യരസത്തിൽ കൂടെ വന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും അത് ദാസ്യരസമായി മാറി. ഭഗവാൻ ഭക്തന്മാരോട് രമിക്കുകയാണ്, അല്ലെ? അപ്പൊ അതെല്ലാം നമുക്ക് കണ്ടിട്ട് നമ്മൾ എന്താണ് ആ ലീലാസ്മരണത്തിൽ കൂടെ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധന, നമ്മുടെ എന്താണ് സംസാര ബന്ധനവും അതെല്ലാം മാറ്റി വിമുച്ചതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. അപ്പൊ അത് നമ്മൾ എപ്പോഴും നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ എന്താണ് ലീലാസ്മരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവാന്റെ ഈ ഓരോ ലീലകളും നിങ്ങൾ എല്ലാവരും പഠിക്കണം. എന്നിട്ട് ആ ലീലകളെല്ലാം മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ജ്ഞാനാംബിക മാതാജിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി, ലീലാസ്മരണം ചെയ്യാനായിട്ട്. അപ്പം ശ്രമിച്ചു, അത് പ്രാവർത്തികമാക്കി എന്നൊക്കെ പറഞ്ഞു. വേറെ ഒരു ചിന്തയും വരത്തില്ല, വേറെ ഒരു ചിന്തയും കയറത്തില്ല മനസ്സിൽ. നല്ല കാര്യം അത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും
അങ്ങനെ ആ ലീലാസ്മരണത്തിൽ ആകുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ യസ്യ സ്മരണ മാത്രേണ ജന്മസംസാര ബന്ധനാത്. അപ്പൊ അങ്ങനെ ആ ജന്മസംസാര ബന്ധനങ്ങളെല്ലാം നമുക്ക് പൊട്ടിച്ചെറിയണം ഭഗവാന്റെ ലീലാസ്മരണത്തിൽ കൂടെ. അപ്പം അങ്ങനെ ആ വിമുച്ചതേ നമസ്തസ്മൈ, അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു. വിഷ്ണവേ പ്രഭ വിഷ്ണവേ നമസ്സമസ്ത ഭൂതാനാം ആദിഭൂതായ ഭൂവൃതേ അനേക രൂപരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതിനകത്തുള്ളതല്ലേ അത് ബാക്കി വിഷ്ണു അതെ സഹസ്രനാമത്തിൽ അതെ 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 വിഷ്ണു സഹസ്രനാമത്തിലുള്ളതാ. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ജപിച്ച ചെറിയ ഓർമ്മ വെച്ചിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതെ റീസെന്റ് അതെ അതെ. ജപിച്ചിട്ടുള്ളവരായിരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അടുത്തത് അടുത്ത എത്രാമത്തെയാണ്? അടുത്തത് നാല്. 4ആണോ 5ആണോ? നോക്കട്ടെ പോകും. 5 5. 5. ആ 5 ആരാണ്? അടുത്ത ആരാ വായിക്കുന്നത്? അടുത്ത വേറൊരാൾ വായിക്കൂ. ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിരജിതാഭയം വിഷ്ണിദൂര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ധേഹിനാ ശ്രീകരഗ്രഹം. ഹരേ അപ്പം കൃഷ്ണ. വിരചിതാഭയം വൃഷ്ണിദുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിനാ ശ്രീകരാഗ്രഹം. പിന്നെ എന്റെ അർത്ഥം ആരാണ് വായിക്കുന്നത്? അടുത്ത വേറൊരാൾ വായിക്കൂ. 5-ാമത്തെ. ആരാണ് വായിക്കുന്നത്? ഭാരതി മാതാജി. എനിക്ക് ഹരേ ആരും കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. 5-ാമത്തെ അല്ലേ? ആ ഉണ്ട്. 4, 5. ഹേ വിഷ്ണു കുലശ്രേഷ്ഠ, അങ്ങയുടെ കരകമലം ഭൗതികാസ്തിത്വത്തെ ഭയന്ന് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്ക് അഭയം നൽകുന്നു. അതേ കൈകൾ ലക്ഷ്മി ദേവിയുടെ കരം ഗ്രഹിച്ചവയാണല്ലോ. സർവാഭീഷ്ടങ്ങളും സാധിച്ചു തരുന്ന ആ കരകമലം ഞങ്ങളുടെ ശിരസിൽ വെച്ചാലും. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാൻ ഏത് കുലത്തിലാണ് ജനിച്ചത്? നമ്മൾ ആ പ്രശ്നോത്തരിയില് ഭഗവാന്റെ കുലത്തിൽ ജനിച്ച ഒരാളുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. ഭഗവാൻ വൃഷ്ണി കുലത്തിൽ ജനിച്ചതാണ് അല്ലെ? വൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നു ഒരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. നാൻവര നാരായണ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതൻ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. നമ്മളത് കേട്ടിട്ടില്ലേ? രാമായണത്തിന്റെ ആ തുടക്കത്തിൽ നമ്മൾ ആ ധ്യാന ശ്ലോകത്തിൽ പറയുന്നതാണ്. രാമായണത്തിന്റെ ആദ്യത്തെ ആ ഒരു ഇത് ഓർമ്മയുണ്ടോ? അത് എന്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞ് ശരിയാണോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? വൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നതെന്നാണ്. അപ്പം ഓൾറെഡി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മനസ്സിലാക്കിയിരിക്കുന്നു. കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങും. അദ്ദേഹമാണ് അതിന്റെ ഒറിജിനേറ്റർ എന്ന്, അല്ലെങ്കിൽ പുരാണ പുരുഷൻ എന്നുള്ള കാര്യം കൃഷ്ണനാണെന്നുള്ള കാര്യം ശ്രീരാമ അവതാരത്തിന്റെ ആ ഒരു കമന്ററി എഴുതി അതിന്റെ ഒരു വ്യാഖ്യാനം ചെയ്ത അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു എന്ന് വേണമല്ലോ നമ്മൾ കരുതാനായിട്ട്. അതിന്റെ ആ ഒരു കൃഷ്ണനെ വണങ്ങിയിട്ടാണ് അത് അദ്ദേഹം പോകുന്നത്. ആദ്യം സരസ്വതി ദേവിയെ എന്താണ്, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാദസലക്ഷ്മണം മേന്മേൽ മംഗലശീലേ. അത് കഴിഞ്ഞിട്ടാണ് വൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. നാൻമറ നേരായ രാമായണം ചമയ്ക്കിയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി വിശ്രേഷ്ഠനാകിയ മഹാമുനിതൻ വരം തരികെപ്പോഴും വന്ദിക്കുന്നീൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പൊ നമ്മൾ അതിൽ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് നമ്മൾ വൃഷ്ണി വംശത്തിലാണ് അദ്ദേഹം വന്ന് പിറന്നത്. അങ്ങയുടെ കരകമലം ഭൗതികാസ്ത്രത്തെ ഭയന്ന് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്ക് അഭയം നൽകുന്നു. അപ്പൊ അങ്ങയുടെ പതാരവിന്ദം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ? പതാരവിന്ദം എന്താണ്? പതാരവിന്ദം അതായത് താമര പോലെയുള്ള പാദങ്ങളാണ് ഭഗവാന്റെ അല്ലേ? അവിടെ ശരണം പ്രാപിച്ചവർക്ക് അഭയം നൽകുന്നു. നമ്മൾ എല്ലാവരും എവിടെയാണ്
നമുക്ക് ശരണാഗതി നമ്മൾ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അല്ലേ? എല്ലാവരും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കാനായിട്ടാണ് ഇഷ്ടം. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്കും അതേ ആഗ്രഹം തന്നെയാണ് അല്ലേ? പക്ഷെ ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദസേവ ചെയ്യുന്നു. ഭഗവാൻ ലക്ഷ്മി ദേവി എവിടെ ഇരുത്തിയിരിക്കുന്നത്? അങ്ങനെ അതുകൊണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അല്ലേ? അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ശൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീലാമംഗല്യദാസ്തു മമ മംഗളദേവതായാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു കനകധാര സ്തോത്രം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലായില്ലേ? വന്ദേ പത്മകരാം പ്രസന്നവദനാം സൗഭാഗ്യതാം ഭാഗ്യതാം ഹസ്താഭ്യാം അഭയപ്രദാം മണിഗണൈ നാനാവിധൈർഭൂഷിതാം ഭക്താവിഷ്ടഫലപ്രദാം ഹരിഹര ബ്രഹ്മാദിവിസേവിതാം പാർശ്വേ പങ്കജശങ്കപത്മനിധിയുക്താം സദാം ശക്തിഭി സരസിജനയനേ സരോജഹസ്തേ ധവളതമാം ശുഖഗന്ധമാല്യ ശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതി ഹരി പ്രസീദമഹ്യം. അത് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ അല്ലേ? ഓം പ്രകൃതിയും വികൃതിയും വിദ്യാം സർവഭൂതഹിതപ്രദാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി കേട്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ? അപ്പൊ ആ ഭഗവതി ഇരിക്കുന്ന എവിടെയാണ്? ഭഗവാന്റെ ഹൃദയത്തില് ആ ഒരു ദേവി ഇരിക്കുന്നത്, ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പക്ഷെ ലക്ഷ്മി ദേവി ഭഗവാൻ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ലക്ഷ്മി ദേവി സദാ എവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഭഗവാന്റെ പാദസേവനം. അപ്പൊ അതുകൊണ്ട് പാദസേവനത്തിന് ആ ഒരു നവഗ്രഹ ഭക്തിയിൽ ഏറ്റവും നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. അപ്പൊ ആ ലക്ഷ്മി ദേവി വന്നിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാദത്തിൽ ലക്ഷ്മി ദേവി വന്നിരുന്നു കഴിഞ്ഞാൽ ആ പാദം ആശ്രയിക്കുന്ന ഭഗവാന്റെ പാദം ആശ്രയിക്കുന്ന ഭക്തന്മാർക്കൊക്കെ എന്തിനെ കിട്ടും? ലക്ഷ്മിയെ കിട്ടും. ലക്ഷ്മിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം കിട്ടും, അതുപോലെ തന്നെ ഭാഗ്യം കിട്ടും, ഐശ്വര്യം കിട്ടും അല്ലേ? ഈ മൂന്നിന്റെ ഉടമയാണ് ലക്ഷ്മി ദേവി അല്ലെ? ധനത്തിന്റെ ദേവത, ഭാഗ്യദേവത, ഐശ്വര്യ ദേവത. അപ്പൊ ഭഗവാന്റെ ആ പാദം ആശ്രയിക്കുന്നവർക്ക് ഏതൊക്കെ സൗഭാഗ്യങ്ങളാണ് വരുന്നത്? ധനം, ഐശ്വര്യം, സൗഭാഗ്യം എല്ലാം കിട്ടുന്നു. കാര്യം ഭാഗ്യദേവത സദാ അവിടെ വസിക്കുന്നു. സർവാഭിഷ്ടങ്ങൾ സാധിച്ചു തരുന്ന ആ കരകമലം ഞങ്ങളുടെ ശിരസിൽ വെച്ച് തന്നാലും. അപ്പം അങ്ങയുടെ ആ ഒരു സർവാഭിഷ്ടങ്ങളും സാധിച്ചു തരുന്ന ആ ഒരു കാര്യം ലക്ഷ്മി ദേവി എന്താണ്? ലക്ഷ്മി ദേവി അങ്ങയുടെ കരം ഗ്രഹിച്ചാണ്. നമ്മൾ പുടവ് കൊടുക്കുക അല്ലെങ്കിൽ പാണിഗ്രഹണം ചെയ്യാന്ന് പറഞ്ഞില്ല, വിവാഹം കഴിച്ചല്ലേ? അപ്പൊ ലക്ഷ്മി ദേവിയുടെ ആ ഒരു പാദം ഗ്രഹിച്ച ഞങ്ങളുടെ അങ്ങയുടെ കയ്യ് ഞങ്ങളുടെ ശിരസിൽ വെച്ച് തന്നാലും അങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഇവർ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവരുടെ ആ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ സദാ ഗോപികമാരുടെ ഐശ്വര്യം എന്താണ്? അവർക്ക് കോടികൾ വേണോ? ബംഗ്ലാവ് വേണോ? അവർക്ക് അതിന്റെ ഒന്നും ആഗ്രഹമില്ല. അവർക്ക് സദാ ഭഗവാനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പം ലക്ഷ്മി ദേവിയുടെ ആ ഒരു കൃപാകടാക്ഷം കൊണ്ടെങ്കിലും ഭഗവാനെ ഒന്ന് കിട്ടട്ടെ എന്നാണ് അവരുടെ ഒരു ആഗ്രഹം അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ കൃപ കൊണ്ടെങ്കിലും ഭഗവാനെ കിട്ടട്ടെ. ആ ഒരു ഭഗവാന്റെ കരകമലം അത്ര അതിസുന്ദരമാണ്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശ്യന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസ്സ്മരാമി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബാലമുകുന്ദൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ കരമാകുന്ന അരവിന്ദം കൊണ്ട്, കരമാകുന്ന താമരപ്പൂ പോലെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് താമരപ്പൂ പോലെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പദാരവിന്ദം എടുത്തിട്ട് എന്താണ്? താമരപ്പൂ പോലെ ഇരിക്കുന്ന ആ മുഖത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ആർക്കെങ്കിലും സാധ്യമാണോ? അങ്ങനെ ഭഗവാന് സാധ്യമല്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കൊച്ചു കുട്ടിയുടെ രൂപമായി അല്ലെ? ബാലമുകുന്ദനായി മാറി. എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ അദ്ദേഹത്തിന്റെ പാത ഇങ്ങനെ ഞൊണഞ്ഞു കുടിക്കണം എന്ന് തോന്നാനുള്ള കാര്യം? ഭക്തന്മാരെല്ലാരും എപ്പോഴും ആഗ്രഹിക്കുന്നു അല്ലെ? ഭഗവാന്റെ പാദം ഗ്രഹിക്കാനും പാദം പൂകാനും. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്ന് പറഞ്ഞ ആ പാദത്തെ പറ്റി ഭയങ്കര വർണ്ണന കൊടുത്ത് ഭഗവാൻ വിചാരിച്ചു ഈ പാദത്തിന്റെ മധുരം എന്താണെന്ന് അറിയാനായിട്ട് തീരുമാനിച്ചു അല്ലെ? എന്തുമാത്രം മധുരമുണ്ട്. അങ്ങനെ ഭഗവാന്റെ ഹൃദയം ഒരാൾ മോഷ്ടിച്ചു അല്ലെ? അതാരായിരുന്നു? അല്ല, ഭഗവാന്റെ ഹൃദയമല്ല, രാധാറാണിയുടെ ഹൃദയം ഒരാൾ മോഷ്ടിച്ചു. അതാരാണ്? ചൈതന്യ മഹാപ്രഭു.
ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ ഹൃദയം, ഒരു ഭക്തന്റെ ഹൃദയത്തിൽ എന്തുമാത്രം ഭക്തിയുണ്ട്, അതിന് എന്തുമാത്രം ഭാവമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു രാധാറാണി ഭഗവാന്റെ പരമഭക്തിയല്ലേ. അപ്പൊ രാധാറാണിയുടെ ഹൃദയം രാധാറാണിയുടെ ഹൃദയം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ അവതരിച്ചു, ഭഗവാന്റെ ഭക്തനായിട്ട് അവതരിച്ചു. ഭഗവാന്റെ ഭക്തൻ എന്തുമാത്രം എത്ര ഉയർന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? ബാലമുകുന്ദനായിട്ട് അവതരിച്ചു. ഭഗവാൻ എന്താണ്? പാദം കുടിക്കുകയാണ് അല്ലെ. എന്നിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിൽ ആലിലയിൽ വന്ന് വസിക്കുകയാണ്. വടസ്യ പത്രസ്യ പുടേശയാനം, അരയാലിലയിൽ വന്നിട്ട് ഭഗവാൻ അങ്ങ് ശയിച്ചു ബാലമുകുന്ദനായിട്ട്. അങ്ങനെയുള്ള ആ ബാലമുകുന്ദനെ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയ ഭഗവാന്റെ പാദങ്ങളുടെ ആ രുചി, അല്ലെങ്കിൽ ആ ഒരു സ്വാദ് അല്ലെങ്കിൽ ആസ്വാദനം, അതിന്റെ മഹിമ അറിയാൻ തന്നെ സ്വയം ഭഗവാൻ ഈ ഒരു രൂപം അവതരിച്ചു. ആലില കൃഷ്ണനായിട്ട് അവതരിച്ചു അല്ലെ. ആലില കൃഷ്ണനായിട്ട് അവതരിച്ചു. ഈ ആലില കൃഷ്ണൻ, ഈ ഒരു ശിശുവാണ് എന്താണ് മഹാപ്രളയകാലത്ത് ഈ ശിശുവിന്റെ ഉള്ളിലേക്കാണ് എന്താണ് ഈ സർവ്വപ്രപഞ്ചങ്ങളും ഉള്ളിലേക്ക് കയറുന്നു. അതുപോലെ തന്നെ വീണ്ടും എന്താണ് ഈ സർവ്വപ്രപഞ്ചങ്ങളും ആ ശിശുവിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഈ ഒരു ലീല ആർക്ക് കാണിച്ചു കൊടുത്തു? മാർക്കണ്ഡേയ മഹർഷിക്ക് കാണിച്ചു കൊടുത്തിരുന്നു അല്ലെ. ഭഗവാന്റെ ഈ ഒരു ലീല, ആ ലീലയിൽ കിടന്നുകൊണ്ടുള്ള ലീല, മായ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തൊരു കഥയുണ്ട്. നമ്മൾ ആ കഥയൊന്നും പറയുന്നില്ല. അടുത്ത കീർത്തനത്തിലേക്ക് പോവാം, അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അപ്പൊ അടുത്തത് ഭാഗവതം വായിച്ചിരിക്കുന്നവർക്കൊക്കെ ഇത് അറിയാം, ഈ കഥകളൊക്കെ അല്ലേ. ശാന്തകുമാരി മാതാജിക്കൊക്കെ അറിയാൻ തോന്നുന്നു. അറിയാം മാതാജി, അറിയാം. ഹരേ കൃഷ്ണ. അടുത്ത വായിച്ചു. അടുത്ത ശ്ലോകം 6-ാമത്തേത്. ശാന്തകുമാരി മാതാജിക്ക് ഇത് ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ഫോണിനകത്ത് വരുന്നേ ഉള്ളത് പ്രഭുജി. ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇതില്ല, വൈഷ്ണവ ഗീതങ്ങൾ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്തുണ്ട്, ഭാഗവതത്തിലുണ്ട്, 10-ാമത്തെ അധ്യായത്തിലുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത ആൾ വായിച്ചോളൂ, സമയം കളയണ്ട. വായിക്കട്ടെ പ്രഭുജി? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വീരയോഷിത നിജജനസ്മയ ത്വം സ്നസ്മിത പജസഖേ ഭവ കിങ്കരീസ്മനോ ജലരുകാനനം ചാരുദർശയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയാ ധ്വംസ്നം നസ്മിതാ ഭജസയേ ഭവേ കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയേ. ഇതിന്റെ അർത്ഥം ആരാണ് വായിക്കുന്നത്? ആരാണ് വായിക്കുന്നത്? വായിക്കട്ടെ പ്രഭു? വായിച്ചോ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വ്രജവാസികളുടെ ദുരിതങ്ങളെ നശിപ്പിക്കുന്നവനെ, സ്ത്രീജനങ്ങൾക്ക് നായകനായവനെ, അങ്ങയുടെ മനോഹരമായ മന്ദഹാസം ഭക്തന്മാരുടെ ഗർഭത്തെ തകർത്തു കളയുന്നു. പ്രിയ സഖേ, അങ്ങയുടെ ദാസികളായി ഞങ്ങളെ സ്വീകരിച്ച് അങ്ങയുടെ ചാരുതയാർന്ന മുഖകമലം ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും. ഹരേ കൃഷ്ണ. വ്രജവാസികളുടെ ദുരിതങ്ങളെ നശിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, സ്ത്രീജനങ്ങൾക്ക് നായകനായവനെ. അല്ലെ, ഈ സ്ത്രീജനങ്ങളെയൊക്കെ അന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെ. അവരെ ഒക്കെ ഈ നമ്മളെ ഈ നരകാസുരന്റെ തടവിൽ 16,100 രാജകുമാരിമാരാണ് പാർപ്പിച്ചല്ലേ നരകാസുരന്റെ. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഒറ്റ ഒരാള് തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലെ. അവരുടെ സ്വന്തം വീട്ടുകാരോ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാര്യം അവരുടെ ജീവനെ ഭയന്നു അല്ലെ. അപ്പൊ അങ്ങനെ ബ്രജവാസികൾക്ക് ഏതെല്ലാം ദുരിതങ്ങളുണ്ടായി, ഏതെല്ലാം കംസൻ എന്തുമാത്രം രാക്ഷസന്മാരെ വിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അല്ലെ. അപ്പോഴൊക്കെ ഞങ്ങളെ രക്ഷിച്ചവനെ. പിന്നെ സ്ത്രീജനങ്ങൾക്ക്, അതുകൊണ്ടാണ് ഗോപീജന വല്ലഭൻ എന്ന് പറഞ്ഞ അല്ലെ. സ്ത്രീജനങ്ങൾക്ക് നായകനാവിന് അങ്ങയുടെ മനോഹരമായ മന്ദഹാസം,
ഭക്തന്മാരുടെ ഗർവത്തെ തകർത്ത് കളയുന്നു. അപ്പൊ അങ്ങയുടെ ആ ഒരു മനോഹരമായ മന്ദഹാസം തന്നെ ഭക്തന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ഗർവുണ്ടായാൽ തന്നെ അങ്ങയുടെ ആ ഒരു മന്ദഹാസം കൊണ്ട് തന്നെ ആ ഗർവത്തെയൊക്കെ അങ്ങ് തകർത്ത് കളയുന്നു. എത്രയോ ഭക്തന്മാർക്കും അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിട്ടല്ലേ, നമ്മൾ ഭക്തന്മാരാണെന്ന് വിചാരിച്ചാൽ അവർക്കും അഹങ്കാരം വരുന്നുണ്ടല്ലേ. ആ അഹങ്കാരത്തെയൊക്കെ ഭഗവാന്റെ ഒറ്റ മന്ദഹാസം കൊണ്ട് തന്നെ അതൊക്കെ ശമിപ്പിച്ചു കളഞ്ഞു. നാരദമുനിക്ക് ഉണ്ടായിട്ടുണ്ട്, അർജുനൻ ഉണ്ടായിട്ടുണ്ട്, ഭീമൻ ഉണ്ടായിട്ടുണ്ട്, ഗരുഡൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആർക്കാണ്? ഭഗവാന്റെ സേവകരായിട്ടുള്ള ജയവിജയന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേർക്ക് ഈ അഹങ്കാരം ഉണ്ടായിട്ടുണ്ട്. ആ അഹങ്കാരം ഉണ്ടായ ഒക്കെ തന്നെ ഭഗവാൻ അത് വളരെ നിഷ്പ്രയാസം അത് ശമിപ്പിച്ചു കളഞ്ഞു. അവർക്കത് മനസ്സിലാക്കി കൊടുത്തു ഭഗവാൻ, അല്ലേ. പ്രിയ സഖേ, അങ്ങയുടെ ദാസികളായി ഞങ്ങളെ സ്വീകരിച്ച അങ്ങയുടെ ചാരുതയാർന്ന മുഖകമലം ഞങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാലും, അപ്പൊ അങ്ങ് എന്താണ്, അപ്പൊ അങ്ങയുടെ ദാസികളായിട്ടെങ്കിലും ഞങ്ങളെ സ്വീകരിക്കണം. സഖ ആയിരുന്നു, ഇനി ഞങ്ങളെ ദാസികളായിട്ടെങ്കിലും സ്വീകരിച്ചിട്ട് അങ്ങയുടെ മുഖകമലം ഞങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരണം, സദാ കാണുമാറാകണം, അല്ലേ. ഇപ്പം ഭഗവാൻ പിരിഞ്ഞു പോയിരിക്കുക, സന്ദർഭം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അല്ലേ. ഭഗവാൻ ഇവരെ വിട്ടു പിരിഞ്ഞു പോയി. ആ സമയത്ത് ഗോപികൾ എല്ലാരും കൂടെ കൂടി ചേർന്ന് പാടുന്ന ഗീതമാണ് ഗോപിക ഗീതം ഭാഗവത്തില്, അല്ലേ. അപ്പൊ അങ്ങയുടെ ചാരുതയാർന്ന മുഖകമലം എപ്പോഴും കാണാനായിട്ടുള്ള യോഗം ഉണ്ടായാൽ മതി. ഈ ഗോപികമാർ എന്താണ് ചെയ്തത്? ഭഗവാൻ വിട്ടുപിരിഞ്ഞിട്ട് ആ ഗോവിന്ദ വിരഹേണമേ, ഭഗവാനെ നമ്മള് നേരിട്ട് കാണാൻ ആഗ്രഹിക്കരുത് എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് വാശി പിടിക്കുകയും ചെയ്യരുത്. നമ്മൾ എന്താണ്, ഭഗവാന്റെ ലീലാസ്മരണത്തിൽ നമ്മൾ ജീവിക്കണം. ഗോപികമാർ അതാണ് ചെയ്തത്, ഉദ്ധവരെ കാണിച്ചു കൊടുത്തു. അത് തന്നെയാണ് അവരൊക്കെ എന്താണ്, ഒരു സമയം പോലും ഭഗവാൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടേ ഇല്ല, എപ്പോഴും കൂടെയാണ്. ഭഗവാൻ ലീലകളിൽ കൂടെ ജീവിക്കുകയാണ് അവരുടെ കൂടെ, അല്ലെ. ഓരോ ലീലകൾ നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേന് അവരെന്താണ്, ഈ ആ ഒരു ലീലയിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുകയാണ്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, കറി കരിഞ്ഞുകൊണ്ടിരിക്കട്ടെ, അടുപ്പത്ത് വെള്ളം വെക്കുമ്പോഴാകട്ടെ, എന്താണ്, കുട്ടികൾക്ക് പാലൂട്ടുമ്പോഴാകട്ടെ, എന്ത് ചെയ്യുമ്പോഴും അവരെന്താണ്, സദാ ഭഗവാന്റെ ആ ലീലാസ്മരണത്തിൽ അവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏറ്റവും ഉയർന്ന ഭക്തർ എന്ന് പറയുന്നത്. 1000 ലക്ഷക്കണക്കിന് വർഷം തപസ്സിരുന്ന യോഗിവര്യന്മാർക്ക് പോലും കിട്ടാത്ത ആ ഒരു ഭക്തി, ഈ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഭഗവത്ഗീത എന്താണ്, ഭാഗവതം എന്താണ്, വേദം എന്താണ് ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് കിട്ടി. നമ്മൾ എല്ലാവരുടെയും പരമലക്ഷ്യം എന്താണ്? ഭഗവാനെ പ്രാപിക്കുക. ഭഗവാനെ പ്രാപിക്കാനായിട്ട് എന്താണ് ഇത്രയും എളുപ്പമുള്ള വഴി വേറെ ഏതാണുള്ളത്? അത് നമ്മൾക്കാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ ഗോപികമാർക്ക് സാധിച്ചു. അതുകൊണ്ട് ആ ഗോപികമാരുടെ പാത പിന്തുടരുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് എന്താണ് ഈ ഈ എന്താണ് ഭഗവാന്റെ ആ ചാരുതയാർന്ന അതിസുന്ദരമായ ആ ഒരു മുഖകമലം നമ്മൾക്കും ഭഗവാൻ എപ്പോഴും കാണിച്ചു തരട്ടെ. എപ്പോഴും നമ്മളുടെ ചിന്തകളിലും ഓർമ്മകളിലും ഒക്കെ തന്നെ ആ ഒരു ഭഗവാന്റെ ആ ഒരു മുഖകമലത്തിന്റെ ആ ഒരു ഇത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇനി അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് റിയലൈസേഷൻ പറയുക. നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ ഇനിയിപ്പോൾ തുളസി സാളിഗ്രാമ വിവാഹമുണ്ട്, അതുപോലെ തന്നെ ഭീഷ്മ പഞ്ചകമുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ചെറുതായിട്ട് അല്ലെങ്കിൽ പറയാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് നിർത്തേണ്ട സമയം. എനിക്ക് ഇനി അടുത്ത 2 ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇറങ്ങുകയും വേണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ നീട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അറിയാതെ തന്നെ നീണ്ടുപോകും. അതുകൊണ്ട് എന്തെങ്കിലും റിയലൈസേഷൻ അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നൊക്കെ പറയാം. 1-2 വാക്ക് വീതം ആർക്കെങ്കിലും അറിയാവുന്നവർ പറയാം, അല്ലാത്തവർ വിഷമിക്കുകയും വേണ്ട. പറഞ്ഞോളൂ. ശാന്തകുമാരി മാതാജി പറഞ്ഞോളൂ. ഭഗവാന്റെ കഥ കേട്ടാൽ ആർക്കാ പ്രഭു ഇഷ്ടക്കേട് വരുന്ന? കേൾക്കും തോറും മധുരം മധുരം മധുരം, അധരം മധുരം, എന്തെങ്കിലും വദനം മധുരം, ഹസിതം മധുരം, ചരിതം മധുരം, പിന്നെ എന്താണ് വേണൂർ മധുര എന്നൊക്കെ പറഞ്ഞ് ആ മധുരാഷ്ടകത്തിൽ അങ്ങ് എന്താണ് നിറച്ചു വെച്ചിരിക്കുക. എല്ലാവരും മധുരാണ്. മധുരാഷ്ടകം മുഴുവൻ അറിയാവുന്നവരാരുണ്ട്? മുഴുവനും അറിയത്തില്ല പ്രഭു. അതല്ല, എനിക്ക് ഓർമ്മയില്ല. നേരത്തെ ഒക്കെ അറിയായിരുന്നു, ഇപ്പം മറന്നുപോയി. പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയുണ്ട്. ചെല്ലുന്നില്ല. ഇപ്പൊ പ്രഭു ഒന്നും ഞാൻ ചെല്ലുന്നില്ല, ഹരേ കൃഷ്ണ മാത്രമേ ഉള്ളൂ. അത് ഒരുപാട് മതി. പുസ്തകങ്ങളിൽ ശരിക്കും ഒന്നും ഞാൻ ചെല്ലുന്നില്ല, ശരിക്കും അത് നേരമില്ല തന്നെ ചെല്ലാൻ. മതി. അത് തന്നെ മതി. പിന്നെ ഞാൻ എന്താണ് രാമായണമൊക്കെ പാരായണം ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഓർമ്മ കിട്ടിയതാണ് ആ മറ്റേ അതൊക്കെ. അല്ലെങ്കിൽ എനിക്ക് അതൊക്കെ ഇപ്പൊ ചെറുതായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ ഒരു ഓർമ്മയും കിട്ടത്തില്ല, ഒന്നുമില്ല. പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ഓർമ്മയുണ്ട്, അത്രേ ഉള്ളൂ. ഭാഗവതമൊക്കെ പിന്നെ ഈ സത്സംഗത്തിൽ നിന്ന് കേൾക്കുന്നതേ ഉള്ളൂ, അല്ലാതെ അതൊന്നും വായിക്കാൻ നേരമില്ല. ഈ ഹരേ കൃഷ്ണ ചൊല്ലി അതും കേട്ട് കഴിയുമ്പോ നേരം പോയി. അതെ, മതി, അത്രയും മതി. ഹരേ കൃഷ്ണ. അപ്പം ഭഗവാനെ കൃഷ്ണ.
ആം, അടുത്തത് ജ്ഞാനാംബിക മാതാജിയുടെ റിയലൈസേഷൻ എന്ത് മനസ്സിലാക്കി? നമ്മള് ഗോവർദ്ധൻ ലീല പറഞ്ഞു, നമ്മളിപ്പം ഗോപികാ ഗീതം വായിച്ചു, അതിന്റെ സന്ദർഭം അങ്ങനെ എന്ത് മാതാജിക്ക് മനസ്സിലായ കാര്യം എന്തേലും പറയാം. മനസ്സിലായി. ഈ ഗോപികമാരുടെ ഭക്തി അഹൈതുകമായ ഭക്തിയാണ് ഗോപികമാർക്ക്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭക്തിയാണ്. ഭഗവാന്റെ വേർപാടിലും ഭഗവാന്റെ ലീലകൾ ആസ്വദിച്ചുകൊണ്ട് ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സ്മരണയിൽ ജീവിക്കുക. അതെ, അതാണ് ഭഗവാൻ മനസ്സിലാകുന്നത്. വേർപിരിഞ്ഞിട്ട് ആ വേർപാട് അവരെന്താണ് അവരുടെ മനസ്സിലാകുന്ന ലീലാസ്മരണത്തിൽ മുഴുകി, ആ ഒരു സദാ അതെ അതെ. ലീലാസ്മരണത്തിൽ മുഴുകി അവരുടെ എല്ലാ സദാ പ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് സദാ ഹരിയായിട്ടിരിക്കാൻ അവർക്ക് പറ്റി. സ്മരണ. അതാണ് സദാ അപ്പൊ ഹരിയായിട്ടിരിക്കാൻ പറ്റി. എപ്പോഴും ഭഗവാൻ, അന്നേരം എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ വരും. അതെ അതെ അതെ, എങ്ങും പോയിട്ടില്ല, കൂടെയുണ്ട്. ഹരി അതുപോലെ നമ്മൾ ആകാൻ ശ്രമിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഭഗവാന്റെ ലീലകൾ കൂടുതൽ കേൾക്കുക, അതിന്റെ ആ മാധുര്യം ആസ്വദിക്കുക, ആ ലീലാസ്മരണത്തിൽ നമ്മൾ മുഴുകി ക്ലാസ്സുകളിലൊക്കെ ജീവിക്കുക. ഒത്തിരി കേൾക്കുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും എല്ലാം. ഹരേ കൃഷ്ണ. ഗീതാ ഹരേ മാതാജി. കൃഷ്ണ. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ. ഗോപികമാർക്ക് വിദ്യാഭ്യാസമോ വലിയ വലിയ പദവിയോ പൊസിഷനോ ഒന്നും ഇല്ലായിരുന്നു. വായിക്കാൻ പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പശുവിനെ കറന്ന് അങ്ങനെ ഉപജീവനം കഴിച്ചിരുന്ന ഗോപികമാര് അത്രയും താഴ്ന്ന രീതിയിൽ ജീവിച്ചിരുന്നവർക്കും ഭഗവാന്റെ സായുജ്യം മനസ്സ് തുറന്നു കൊടുത്ത് ഭഗവാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാല് ഭഗവത് സായുജ്യം ഭഗവാനും നമ്മുടെ ഒപ്പം തന്നെ കാണും. അതാണ് ഗോപിക എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിന് വിദ്യാഭ്യാസം, പണവും പ്രതാപവും ഒന്നും വേണ്ട. നമ്മളുടെ PhDയോ നമ്മളുടെ കുലമോ നമ്മളുടെ ആ ഒരു സംസ്കാരമോ ഇതൊന്നും ഭഗവാന് ബാധകമല്ല. ഓക്കെ. അതിൽ സംതൃപ്തി പ്രേമഭക്തി മാത്രം മതി. പ്രേമഭക്തി മാത്രം. പ്രേമഭക്തി മാത്രം മതി. ഹരേ കൃഷ്ണ. സംതൃപ്തരാണെങ്കിൽ നമ്മുടെ ജീവിതവും സംതൃപ്ത ആയിരിക്കും. ഹരി ബോൾ. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി കലാ മാതാജി. ഹരേ കൃഷ്ണ. മാതാജിയെ കണ്ടിട്ട് ഒരുപാടായി. വീണ്ടും ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗോപി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏറ്റവും ഉയർന്ന ഭക്തി ഗോപികമാരുടെ ഭക്തിയാണ്. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഭഗവാന്റെ പാദങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ അഭയം പ്രാപിച്ച ഭക്തി ഏറ്റവും ഉത്തമമായ ഉന്നതിയിലെ ഭക്തി ആണെന്നുള്ളതും ഈ കലിയുഗത്തില് ഉള്ള മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഭഗവാൻ ഗോപിക ഗീതത്തിലൂടെ ആ ഗോപികമാര് തെളിയിച്ചു കൊടുക്കുന്നത്. ഹരി ബോൾ. ഏറ്റവും ഉയർന്ന ഭക്തി അതാണ്. ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ആ ഒരു ഭക്തിയാണ് ശാശ്വത ഭക്തി എന്നുള്ള അതാണ് ഗോപികയുടെ. ഹരി ബോൾ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ലക്ഷ്മി ദേവി ഭഗവാന്റെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. പിന്നെ നമ്മള് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ച് ശരണാഗതി അടയാണെങ്കിൽ നമുക്ക് എന്താ പറയാ എല്ലാ ഐശ്വര്യങ്ങളും അതെ, ധനവും ഐശ്വര്യവും ഭാഗ്യവും എല്ലാം തന്നെ കൈവരും. കാര്യം ഭാഗ്യവും ലക്ഷ്മി ദേവി സദാ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലേ, എല്ലാം പാദസേവ കൈവരും. അതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അത് സദാ അതെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത് അല്ലേ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. കേൾക്കത്തില്ല മാതാജി, കേൾക്കുന്നില്ല. അറിയില്ല മാതാജിക്ക് അവിടെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അടുത്ത വേറെ സുജന മാതാജി. ഇപ്പൊ കേൾക്കാം ഇപ്പൊ കേൾക്കാം. ശരി ശരി. അപ്പം ഭഗവാന്റെ സ്മരണ എപ്പോഴും നിലനിർത്തിയാൽ നമുക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടും. കാരണം യേശു സ്മരണ മാത്രേണ ജന്മ സംസാര നമസ്തസ്മൈ വിഷ്ണവേ പ്രഭു വിഷ്ണവേ നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂകൃതേ അനേക രൂപരൂപായ വിഷ്ണവേ പ്രഭു വിഷ്ണവേ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജി ആ മൈക്ക് ഒന്ന് ഓണാക്കൂ, ഞാൻ കേൾക്കുന്നില്ലൊന്നും.
ആ പറഞ്ഞോളൂ. ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നവരെ ഭഗവാൻ രക്ഷപ്പെടുത്തും. അതെ. ഭഗവാൻ ഗോവർദ്ധന പൂജ ചെയ്തു. പിന്നെ ഭഗവാൻ ഗോവർദ്ധനത്തിന്റെ ഒരില വീട്ടിൽ വെച്ചാലും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. ഹരി ബോൽ, ഹരേ കൃഷ്ണ. ഭഗവാൻ കാര്യം ആണോ ഗോവർദ്ധനും ശിലയാണോ? ഏ ശില ശിലയല്ലേ? ആ, ഇലയാണോ ശിലയാണോ? ശില ശില ശി- ശില. ശില. ആ. ഭഗവാനും ഗോവർദ്ധനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഭഗവാനും ശ്രീമദ് ഭാഗവതവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അല്ലേ? ഭഗവാനും പക്ഷെ ഭഗവാന്റെ പ്രഭു വാണിയും. പ്രഭു എനിക്കൊരു സംശയമുണ്ട്. ഈ അവിടുന്നൊന്നും ഈ ശിലയൊന്നും എടുക്കരുതെന്ന് ഞാൻ മറ്റേ ഒരു ക്ലാസ് കേട്ടപ്പോ, ശില എടുക്കരുത്, അത് തിരിച്ച് അവിടെ കൊണ്ട് ഇട്ടു എന്ന് പറയുന്നു. മാതാജി, നമ്മൾ ശിലയൊക്കെ എടുത്തോണ്ട് വന്നാൽ നമ്മൾ അത്രയും പവിത്രാണോ, പ്യുവർ ആണോ? ആ, അതുകൊണ്ടായിരിക്കില്ലേ? നമ്മൾ അല്ല, എടുത്ത നമ്മുടെ നമ്മളുടെ വീട്ടിൽ ആ അതിനെ പരിപാലിക്കണം. ഷഡ്ഗോസ്വാമിമാരിൽ ഷഡ്ഗോസ്വാമിമാരിൽ ആരോ ഒരാളാണ് അവിടുന്ന് എടുത്തോണ്ട് വന്നു അത് തിരിച്ച് അവിടെ കൊണ്ടിട്ടെന്ന് നമ്മൾക്ക് ആണെന്ന് പ്യുവർ തോന്നുന്നു. ആണെങ്കിൽ ഇപ്പോഴും ഞാൻ ചില വലിയ പ്രഭുക്കന്മാർ, എനിക്ക് തോന്നുന്നു മാലിനി മാതാജിയുടെ കയ്യിലുണ്ട്, സാളിഗ്രാമം ഉണ്ട്, ആ, അവിടെ ഇത് കാണും. ഗോവർദ്ധന ശില ആ, ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അത്രയും ഉം. പ്യുവർ ആയിട്ടുള്ള ഡിവോട്ടീസ് അതേപോലെ പരിപാലിക്കുവാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്കത് അപരാധമായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ അവർക്കൊക്കെ പറ്റും, കാരണം അവരിത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവർ രണ്ടുപേരേ ഉള്ളൂ, അവർ രണ്ടുപേരും ഇത് തന്നെ, അപ്പൊ വേറെ ആരും അങ്ങനെ വൈദ്യുതി. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഗോവർദ്ധന ശില വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിലോ, നമ്മൾ നമ്മുടെ കാര്യത്തിനൊക്കെ പോയി, അപ്പൊ അത് അപരാധമായിട്ട് വരത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അതെ അതെ. നമ്മൾ എന്താണ്, നമ്മൾ ഈ ഹരിനാമം മാത്രം ജപിച്ചാൽ മതി. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ ചെയ്യരുത്. ഹരിനാമം മാത്രം ജപിച്ച് അങ്ങോട്ട് പോവുക. നമ്മളെ കൊണ്ട് പ്രാപ്തരാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും നമ്മൾ പ്യൂരിഫൈഡ് ആയെങ്കിൽ ഗോവർദ്ധന ശില കൊണ്ടുവരും. അല്ല, അതിനുള്ള സാഹചര്യം ഭഗവാൻ തരട്ടെ, അന്നേരം നമുക്ക് ചെയ്യാം. അതെ, നമുക്ക് ഗോവർദ്ധനത്തിന്റെ അടുത്ത് തന്നെ താമസിക്കാനായിട്ടുള്ള യോഗം തരട്ടെ ഭഗവാൻ. അതെ, അത്രേ ഉള്ളൂ. എങ്ങനെയാന്ന് അറിയില്ലല്ലോ, വിധി എങ്ങനെയാന്ന് അറിയില്ലല്ലോ പ്രഭു. അടുത്ത് ഗുരുവായൂരപ്പന്റെ അടുത്ത് താമസിക്കാനുള്ള സാഹചര്യം തന്നില്ലേ പ്രഭുവിന്? ഇനി ഗോവർദ്ധനത്തിന്റെ അടുത്തും വേണം. അതെ, നമ്മളിങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ അടുക്കലെ. അപ്പൊ ഭഗവാൻ ആ നൈവേദ്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് എപ്പോഴെങ്കിലും അത് സ്വീകരിച്ചത് പ്രസാദമായിട്ട് തരുവാണോ തരുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും, അല്ലേ? തീർച്ചയായിട്ടും. എല്ലാവരും പ്രാർത്ഥിക്കും സങ്കല്പ ഒരുപാട്. സങ്കല്പം പ്രഭുവിന്റെ നടന്നു സങ്കല്പം ഫലിക്കുമെന്നാ പറയുന്നത്. ഞാന് ഏ, ആ, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഗോവർദ്ധനത്തിന്റെ അവിടെ അടുത്ത് നിന്നൊരു ക്ലാസ് എടുക്കണം എന്ന്. ഗോവർദ്ധനത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഗോവർദ്ധന പർവ്വതമായിട്ട് അത് എന്നെ കൊണ്ട് സാധിപ്പിച്ചില്ലേ ഭഗവാൻ. നിങ്ങളെ കുറെ പേരൊക്കെ ക്ലാസ്സിൽ കയറിയിരുന്നു, വളരെ കുറച്ച് പേരെ കയറിയുള്ളൂ. കാര്യം വളരെ അപ്രതീക്ഷിതമായിരുന്നു. എനിക്ക് അറിയത്തില്ല അവിടെ വെച്ചിട്ട് ഇത് റേഞ്ച് കിട്ടുമോ, അത് കാണിക്കാൻ പറ്റുമോ, സൂമിൽ ലിങ്ക് ഇടാൻ ഞാൻ പറ്റുമോ. കയറിയായിരുന്നു പ്രഭു. അതെ, മറ്റേ ജലാശയ മാതാജിയെ കൂടെ പോയപ്പോഴല്ലേ ഞാൻ ഞാൻ ജലാശയ കയറി. മാതാജിയും വേറൊരു ഗീതാ മാതാജി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും. രണ്ടുപേരും ആ നിങ്ങൾ നടന്ന് പോകുന്നതും ഓട്ടോയിൽ പോകുന്നതും ഒക്കെ ഞാൻ കണ്ടു അപ്പൊ അങ്ങനെ ക്ലാസ്. അതൊക്കെ സാധിച്ചു തന്നു. അപ്പം ആ ഭഗവാൻ തിരിച്ചു കഴിഞ്ഞാൽ എന്താണ്, മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപ തമഹം വന്ദേ ശ്രീ ഗുരു ദീനതാരണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യ പ്രഭു ഈശ്വരൻ. പ്രഭു ഞങ്ങള് ഈ ഇവിടെയൊക്കെ പോയപ്പോ ഞാൻ വിചാരിച്ചു, അയ്യോ, ഞാൻ ഇതുവരെ പിന്നെ ഇവിടെ പോയിട്ടില്ല, മായാപൂര് പോയിട്ടില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞു. എനിക്ക് അതും പോകാൻ പറ്റി പ്രഭു. അതെ, അവിചാരിതമായിട്ടാണ് അവിടെ പോകാൻ പറ്റിയത്. അത് ഞാൻ പോയിട്ടില്ലല്ലോ, എപ്പോ പോവും, എങ്ങനെ പോവും, പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു വിഷമമായിരുന്നു. പക്ഷെ നമ്മൾ അതിനൊരു ചാൻസ് മനസ്സിൽ ആഗ്രഹിച്ചു പോയി. കഴിഞ്ഞാൽ ഭഗവാൻ നടത്തി തരും. നമ്മൾ പക്ഷെ എന്താണ്, ഈ ഭഗവാനിലേക്ക് പോകാനായിട്ടുള്ളത് നമ്മളുടെ അത്യാഗ്രഹമാണെങ്കിൽ കൂടിയും ആ, നമുക്കത് ഭഗവാൻ സാധിച്ചു തരും. അല്ലാതെ നമുക്കിപ്പോ ഒരു വലിയ ബംഗ്ലാവ് അല്ലെങ്കിൽ കോടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം നമുക്ക് ഭഗവാനെ കിട്ടാനായിട്ടുള്ള ഏത് മാർഗങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതിയായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റില്ല. നമുക്കിപ്പം വൃന്ദാവനത്തിൽ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വൃന്ദാവനത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടെ പോരണമെന്നും പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ലീവ് സബ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ പാസ്സായിട്ട് പോലും ഇല്ല. അതുകൊണ്ട് എനിക്കറിയില്ല. അതൊക്കെ ഭഗവാനെ രാധാറാണി വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും പോകാം. അത് ഞാൻ വേണമെന്നൊന്നും ഇല്ല. ജയസാക്ഷി പ്രഭു എല്ലാ മാസവും പോകുന്നുണ്ട്, ജയസാക്ഷി പ്രഭുവിനോട് പോവാം. അപ്പൊ അല്ല, അത് വേണ്ട, എനിക്ക് എൻ്റെ കൂടെ പോരുന്ന ആ ബാച്ചിൽ കൊണ്ട് ഞാൻ എങ്ങനെ ബാച്ചിനെ കൊണ്ടുവരാമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ 2 പ്രാവശ്യമല്ലേ വൃന്ദാവനത്തിൽ പോയിട്ടുള്ളൂ.
എനിക്ക് അങ്ങനെ ആ, ആൾക്കാരെ കൊണ്ട് ആ, ഇത് പോകാനും അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. അന്ന് നമ്മൾ ജയസാക്ഷി പ്രഭുവിന്റെ കൂടെ പോയാൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അവിടെ വെച്ച് തുടങ്ങിയ സത്സംഗമാണ് അല്ലെ, വൃന്ദാവനത്തിൽ നിന്ന് വന്നിട്ട് തുടങ്ങിയ സത്സംഗമാണ് ഇത്. അതിങ്ങനെ പോകുന്നു. ആ ഒരു ആ, ആചാര്യന്മാരുടെയും വൃന്ദാവന ധാമിന്റെയൊക്കെ മഹിമ കൊണ്ട് ഇങ്ങനെ നമ്മൾ ക്ലാസ് എടുത്ത് ഇങ്ങനെ പോകുന്നു. ഇപ്പം വിരലിലെണ്ണാനായിട്ട് മായ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശുഷ്കിച്ച് അതിന്റെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് അതിന്റെ ഫസ്റ്റ് ആനിവേഴ്സറിക്കാ ഞാനും ഒരു കണ്ണിയായത്. അതെ അതെ, ഹരിബോൽ. അത് ഒരു ശാന്തകുമാരി വർഷം മാതാജിയൊക്കെ ശാന്തകുമാരി മാതാജിയൊക്കെ ആ ഞങ്ങൾ ഫസ്റ്റ് രണ്ടുപേരും ആനിവേഴ്സറി. കൂടെ വന്നു. ഞങ്ങൾ രണ്ടും കൂടെ പൊന്നമ്മ മാതാജിയോട് ചോദിച്ചാ വന്നത്. അതെ ഞങ്ങളെ കൂടെ കയറ്റാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അതെ 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 അവള് സംസാരിച്ചിട്ടാ വന്നത്. ഒരു മഹാഭാഗ്യമായിരുന്നു പ്രഭു. അയ്യോ നമുക്കത് മറക്കാൻ പാടില്ല. അതെ അതെ അതെ. ഞങ്ങൾ എന്നും അത് പറയും. ആ, ഇന്ന് വരെ പോയിട്ടില്ല നമ്മള് അവിടെ. പിന്നെ 2 മണിക്ക് നട തുറക്കുന്ന അവിടെ ഉം, ഇതുവരെ ഉം. പോയിട്ടില്ല. പക്ഷെ നമ്മള് പോയില്ലേ, അതെ പോയി അവിടെ എല്ലാം കണ്ടു. നമ്മുടെ നാടാന്ന് പറഞ്ഞിട്ട് പോലും നമുക്കത് പറ്റിയില്ലല്ലോ, അന്നേരം അല്ലേ പറ്റിയുള്ളൂ. ഉം, അതെ അതെ. പ്രഭുവിനെ നമസ്കാരം പറയണ്ട. ഞങ്ങൾ അതൊക്കെ എപ്പോഴും അത് പറയും. തിരുവാർപ്പില് അതെ, തിരുവാർപ്പില്. ആ, പോയിട്ടേ ഇല്ല. പക്ഷെ അവിടെ പോയി നമുക്ക് ആ 2 മണിക്ക് ഇത് തൊഴാനും ഒക്കെ പറ്റി. നിർമ്മാല്യം തൊഴാനും എന്നിട്ട് ഏറ്റുമാനൂരും ഒക്കെ ഉം, എല്ലാരെയും കാണാനും കേൾക്കാനും എല്ലാം പറ്റി. നമ്മുടെ ഇവിടൊക്കെ തന്നെ ആ ആ പൂർണ്ണേന്ദ്രശ്ശേരി ആ മഹാക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി കാണുന്നു. അതെ എറണാകുളത്തെ രണ്ടാമത്തേന് വരാനും പറ്റിയില്ല. അതെ അതെ. എന്നാ ഞങ്ങൾ മായാപ്പൂര് പോയിരുന്നേ. ഉം, ഉം. പിന്നെ ഓടി ഞങ്ങൾ ഇവിടെ വന്നു, ഹരിപ്പാട്ടും മണ്ണാർശാലയിലും വന്നു. ആ, അതെ അതെ. അപ്പൊ എന്തായാലും ആ, എല്ലാവർക്കും എല്ലാവരും ഭഗവാന്റെ ലീലാസ്മരണത്തിലൊക്കെ തിരികെ. കാർത്തിക മാസം തീരാറായത് ലാസ്റ്റ് വീക്കാണ്. ഈ ഒരാഴ്ചയും കൂടെ ഉള്ളൂ ബാക്കിയുള്ളൂ. അപ്പൊ എല്ലാവരും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അങ്ങനെ പിടുത്തം മുറുക്കുക. ഈ ഒരാഴ്ച വളരെ നിർണായകമാണ്. ഭീഷ്മപഞ്ചകം വരാൻ പോകുന്നു. അത് ആരോഗ്യസ്ഥിതി ഉള്ളവരൊക്കെ മാത്രം 5 ദിവസവും ഏകാദശി പോലെ തന്നെ എടുക്കുക. 5 ദിവസം ഇല്ല, ഇപ്രാവശ്യം 4 ഉള്ളൂ എന്നാ കേട്ടത്. ചൊവ്വാഴ്ച തൊട്ടാ തുടങ്ങുന്നത്. ഉത്താന ഏകാദശി അല്ലെങ്കിൽ ഹരിബോധിനി ഏകാദശി അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശി വരുവാണ് ഈ ചൊവ്വാഴ്ച. നമ്മുടെ ഇവിടുത്തെ വൈഷ്ണവ കലണ്ടറിൽ കാണുന്ന ചൊവ്വാഴ്ച എന്നാണ് കാണുന്നത്. അപ്പം ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ 5 ദിവസം ഏകാദശി പോലെ എടുക്കാനായിട്ട് പറ്റുന്നവർ ചെയ്യുക. അല്ലാത്തവർ മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ അസുഖമുള്ളവരോ ഒന്നും ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. എടുക്കുക പറ്റുന്നവർ മാത്രം മതി. അല്ലാത്തവർ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എന്നെ ദയവ് ചെയ്ത് പ്രഭു പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് അവനവന്റെ ഇത് അവനവന് മാത്രമേ അറിയുള്ളൂ. എടുക്കാൻ പറ്റുന്നവർ മാത്രം എടുക്കുക. കാര്യം അത് വളരെ വിശിഷ്ടമാണ്. ഭീഷ്മദേവന് നിർജ്ജല ഏകാദശിയാണ് എടുത്തിരുന്നത്. ആ 5 ദിവസം അദ്ദേഹത്തിന്റെ ആ ഒരു അവസാന 5 ദിവസം ഭഗവാനെ വിഷ്ണു സഹസ്രനാമം അവിടെ നിന്നാണ് ഉദ്ഭവിച്ചത്. വിഷ്ണു സഹസ്രനാമം പാടി ഭഗവാന്റെ സാക്ഷാൽ ദർശനം കിട്ടിയിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ട് പിരിഞ്ഞു പോകുന്നത്, ശരശയ്യയിൽ കിടന്നുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നമുക്ക് ചെല്ലാമല്ലോ അല്ലേ പ്രഭു? നമുക്കും 5 ദിവസം ചെല്ലാമല്ലോ വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം 5 ദിവസം ജപിക്കുന്നവർക്ക് ചെല്ലാം. മിക്കവാറും ഡിവോട്ടീസ് ഒക്കെ 108 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക 5 ദിവസം, 108 തവണ. അതുപോലെ തന്നെ അവര് ചിലര് ഫ്രൂട്ട്സും ഇത് മാത്രം കഴിച്ചുകൊണ്ട് വെറും കരിക്കും വെള്ളവും ഫ്രൂട്ട്സും മാത്രം കഴിച്ചുകൊണ്ട് ആണ് ഈ 5 ദിവസമൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ കപ്പ കിഴങ്ങൊക്കെ ഉപയോഗിക്കാം. മുളക് ഉപയോഗിക്കാൻ പാടില്ല, തൈര് ഉപയോഗിക്കാൻ പാടില്ല, പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആപ്പിളോ അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയോ അല്ലെങ്കിൽ കാച്ചില്, ചേമ്പ്, കപ്പ കപ്പയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാം. തേങ്ങ ചമ്മന്തിയായിട്ട് അരയ്ക്കാം. പിന്നെ കുരുമുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാവുള്ളൂ. അങ്ങനെയൊക്കെ വളരെ മിതമായ ഭക്ഷണം, വളരെ മിതമായ അല്ലെങ്കിൽ ഇതുപോലെ സാത്വികമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ച് കഴിക്കാം. പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. നിലക്കടല വേണേൽ ഉപയോഗിക്കാം, വറുത്ത് ഒക്കെ അങ്ങനെ ചെയ്യാം. ആദ്യം ചുവന്ന വെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ നെയ്യ് വേണേൽ കുറച്ച് ഉപയോഗിക്കാം. എണ്ണയെല്ലാം വർജിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ആണ് ഈ ഒരു വ്രതം എടുക്കുന്നത്. തലയിലും എണ്ണ വെക്കാൻ പാടില്ലേ പ്രഭു? തലയിലും കുളിക്കുമ്പോൾ തലയിലും എണ്ണ വെക്കാൻ പാടില്ലേ? തലയിൽ എണ്ണ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അല്ലെങ്കിൽ ഇത് പറ്റാത്തവർ 5 ദിവസം എടുക്കാൻ പറ്റാത്തവർ തുടക്കവും തീരുന്ന അന്നും എങ്കിലും ചെയ്യുക. 5 ദിവസം പറ്റാത്തവർ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ
ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഗുരുവായൂർ ഏകാദശി എങ്കിലും എടുക്കുക, ഉത്ഥാന ഏകാദശി അല്ലെങ്കിൽ ഹരിബോധിനി ഏകാദശി എങ്കിലും എടുക്കുക. അത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാം നമ്മുടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ ആ ഒരു ഗോപികമാർക്ക് കൊടുത്ത പോലത്തെ ഭക്തി എല്ലാം തരട്ടെ. നമുക്കതിനെ ആഗ്രഹിക്കാം. ഗോപികമാര് പോയ വഴിയിൽ കൂടെ നമ്മളും യാത്ര ചെയ്യുക. അപ്പം അവരുടെയൊക്കെ ആ ഒരു പുണ്യം കൊണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരിബോൾ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജയ്.